ഹായ് ഓൾ, എല്ലാവർക്കും ഐറ്റ്യൂട്ടറിൻ്റെ PYQ സെക്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 2021 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 51 മുതൽ 75 വരെ ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 51. How is permaculture farming different from conventional chemical farming? Okay, so permaculture farming അതുപോലെ തന്നെ എന്താണ് conventional chemical farming തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, permaculture farming discourage monoculture practices, but in conventional chemical farming monoculture practices are predominant. Second statement, conventional chemical farming can cause increase in soil salinity, but the occurrence of such phenomenon is not observed in permaculture farming. Third statement, conventional chemical farming is easily possible in semi-arid regions, but permaculture farming is not so easily possible in such regions. Then fourth statement, practice of mulching is very important in permaculture farming, but not necessary so in the conventional chemical farming. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പെർമാകൾച്ചർ ഫാമിങ്ങും അതുപോലെ കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങും വെച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2 and 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, 3 റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ഈസ് ഈസിലി പോസിബിൾ ഇൻ സെമി ആരിഡ് റീജിയൻസ്, ബട്ട് പെർമാകൾച്ചർ ഫാമിംഗ് ഈസ് നോട്ട് ഈസിലി പോസിബിൾ ഇൻ സച്ച് റീജിയൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതെന്താണ് ഇൻ്റർചേഞ്ച് ചെയ്താണ് തന്നേക്കുന്നത്. കാരണം പെർമാകൾച്ചർ ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും ഈ സെമി ആരിഡ് റീജിയനിലും മറ്റുമൊക്കെ എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിക്കാണ് എന്ത് അതിന് ചെയ്തു വെച്ചേക്കുന്നത്. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടാണ് തന്നേക്കുന്നത്. കാരണം എന്താണ്, പെർമാകൾച്ചർ ഫാമിംഗ് എന്താണ് സ്പെസിഫിക്കലി ഈ സെമി ആരിഡ് റീജിയൻസിലേക്ക് വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, പെർമാകൾച്ചർ ഫാമിംഗ് ഡിസ്കറേജസ് മോണോകൾച്ചറൽ പ്രാക്ടീസസ്, ബട്ട് ഇൻ കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് മോണോകൾച്ചർ പ്രാക്ടീസസ് ആർ പ്രീഡോമിനൻറ്റ്. ഓക്കെ, അപ്പോൾ പെർമാകൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്, അത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് പോളികൾച്ചർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, മൾട്ടിപ്പിൾ ക്രോപ്സ് ഇൻ സെയിം സ്പേസ്, അതിനാണ് പോളികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ക്രോപ്സ് ഇൻ സെയിം സ്പേസ്. ഓക്കെ, സോ അതാണ് ഇത് പോളികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർമാകൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്, അത് മോണോകൾച്ചറിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പെർമാകൾച്ചർ ഫാമിംഗ് ഡിസ്കറേജസ് മോണോകൾച്ചർ, വിച്ച് മീൻസ് ഇറ്റ് എൻകറേജ് പോളികൾച്ചർ. ഓക്കെ, പോളികൾച്ചറിനെ എൻകറേജ് ചെയ്യുന്നതാണ്. ബട്ട് ഇൻ കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് മോണോകൾച്ചർ പ്രാക്ടീസ് ആർ പ്രീഡോമിനൻറ്റ്. പക്ഷേ കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങിൽ എന്താണ്, മോണോകൾച്ചർ പ്രാക്ടീസാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. സോ കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങിൽ മോണോകൾച്ചറാണ്, ബട്ട് പെർമാകൾച്ചർ എന്താണ്, അത് പോളികൾച്ചറാണ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കി, കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് ക്യാൻ കോസ് ഇൻക്രീസ് ഇൻ സോയിൽ സലൈനിറ്റി. കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങിൽ എന്താണ്, സോയിൽ സലൈനിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവിടെ ഇൻറ്റൻസീവ് ഇറിഗേഷനും അതുപോലെ തന്നെ എന്താണ് സിന്തറ്റിക് ഫെർട്ടിലൈസർ യൂസും ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങിൽ എന്താണ്, കെമിക്കൽ ഫാമിംഗ് ആണ്. അപ്പോൾ അവിടെ എന്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്, ഇൻക്രീസ് ഇറിഗേഷൻ, അതുപോലെ എന്താണ് ഫെർട്ടിലൈസറിൻ്റെ യൂസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കാരണം എന്താണ്, നോർമലി സോയിലിൻ്റെ സലൈനിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. നമുക്കറിയാം ഇൻറ്റൻസ് ഇറിഗേഷൻ വന്നാൽ തന്നെ എന്താണ് സോയിൽ സലൈനിറ്റി കൂടുന്നുണ്ട്, ബട്ട് അതിൻ്റെ കൂടെ എന്താണ് ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസും ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഇത് ഉണ്ടാവും. ബട്ട് ദ ഒക്കറൻസ് ഓഫ് സച്ച് ഫിനോമിനൻ ഇസ് നോട്ട് ഒബ്സർവ്ഡ് ഇൻ പെർമാകൾച്ചർ ഫാമിംഗ്. ഓക്കെ, കാരണം പെർമാകൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്, അത് ഓർഗാനിക് മെത്തേഡാണ്. അവിടെ എന്താണ് നമ്മൾ ഇറിഗേഷൻ ഫെസിലിറ്റി ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ വാട്ടർ സൈക്കിളാണ് എന്താ അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് അവിടെ ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് യൂസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഇറിഗേഷൻ നടത്തേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് എന്താണ് അവിടുത്തെ സോയിലിൻ്റെ സലൈനിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. എപ്പോഴും എന്താണ് സോയിൽ സലൈനിറ്റി ഇൻക്രീസ് ആവത്തില്ല. സോ അതുകൊണ്ട് എന്താണ് കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് കാൻ കോസ് ഇൻക്രീസ് ഇൻ സോയിൽ സലൈനിറ്റി, ബട്ട് ഒക്കറൻസ് ഓഫ് സച്ച് ഫിനോമിനൻ ഇസ് നോട്ട് ഒബ്സർവ്ഡ് ഇൻ പെർമാകൾച്ചർ ഫാമിംഗ്. പെർമാകൾച്ചർ ഫാമിംഗ് എന്താണ് അത് കാണുന്നില്ല. ഓക്കെ, ഇതിന് അടുത്ത പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്താണ് പെർമാകൾച്ചർ ഫാമിംഗ് പ്രത്യേകിച്ച് എന്താണ് സ്പെസിഫിക്കലി ഡിസൈൻ ടു ബി റെസിലിയൻറ്റ് ആൻഡ് വർക്ക്സ് വെരി വെൽ ഇൻ സെമി ആരിഡ് റീജിയൻസ്. ഓക്കെ, സെമി ആരിഡ് റീജിയൻസിലേക്ക് എന്താണ് പ്രത്യേകമായിട്ട് എന്താണ് രൂപകൽപ്പന ചെയ്ത പോലെയാണ് എന്ത് പെർമാകൾച്ചർ ഫാമിംഗ് ചെയ്തേക്കുന്നത്. ബട്ട് കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ് എന്താണ് അങ്ങനെയല്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് പറയുന്നത് എന്താണ്, പ്രാക്ടീസ് ഓഫ് മൾച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പെർമാകൾച്ചർ ഫാമിംഗ്, ബട്ട് നോട്ട് നെസസറിലി സോ ഇൻ കൺവെൻഷണൽ കെമിക്കൽ ഫാമിംഗ്. ഓക്കെ, മൾച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, അത് പെർമാകൾച്ചർ ഫാമിങ്ങിൻ്റെ ഒരു കോർ പില്ലർ തന്നെ എന്താണ് മൾച്ചിങ് ആണ്. പെർമാകൾച്ചർ ഫാമിങ്ങിൻ്റെ ഒരു കോർ പില്ലറായിട്ട് എന്താണ് നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം ഇതെന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ മോയ്സ്ചർ
ആൻഡ് ഹെൽപ്പ് സോയിൽ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ സോയിൽ ഹെൽത്തിനും അതുപോലെ എന്താണ് മോയ്സ്ചർ റിട്ടേൺ ചെയ്യാനും ഒക്കെ ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ മൾച്ചിങ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് പെർമാകൾച്ചർ ഫാമിംഗ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ 51ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 1, 2 ആൻഡ് 4 ആയിരിക്കും. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, 1, 2 ആൻഡ് 4 ആണ് പെർമാകൾച്ചർ ഫാമിങ്ങും അതുപോലെ തന്നെ എന്താണ് കൺവെൻഷണൽ കെമിക്കൽ ഫാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസും അതിൻ്റെയൊക്കെ അതിൻ്റെ ഉപയോഗങ്ങളും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 52ലേക്ക് പോകാം. With reference to palm oil, consider the following statements. The palm oil tree is native to Southeast Asia. The palm oil is a raw material for some industries producing lipstick and perfumes. The palm oil can be used to produce biodiesels. Okay, so തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ പാം ഓയിൽ ക്യാൻ ബി യൂസ്ഡ് ടു. ഓക്കെ, നമുക്കറിയാം എന്താണ് പാം ഓയിലാണ്. ഓക്കെ, പാം ഓയിൽ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബയോഡീസൽ. ഓക്കെ, ബയോഡീസൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ് പാം ഓയിൽ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ബയോഡീസൽസിന് എന്താണ് നമുക്ക് പാം ഓയിൽ യൂസ് ചെയ്യാം. നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കാരണം ക്യാൻ ബി യൂസ്ഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പാം ഓയിൽ ക്യാൻ ബി യൂസ്ഡ്, പാം ഓയിൽ വേണമെങ്കിൽ എന്താണ് ബയോഡീസലിന് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ അത് നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബയോഡീസൽ എന്താണ് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. പിന്നെ നോക്കി, ദ പാം ഓയിൽ ട്രീ ഈസ് എ നേറ്റീവ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പാം ഓയിലിൻ്റെ നേറ്റീവ് എവിടെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് പാം ഓയിൽ ട്രീ ഈസ് നേറ്റീവ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്, പക്ഷേ അതെന്താണ് തെറ്റാണ്. കാരണം പാം ഓയിലിൻ്റെ നേറ്റീവ് എവിടെയാണ്? വെസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്ക. ഓക്കെ, വെസ്റ്റ് ആഫ്രിക്ക അല്ലെങ്കിൽ സെൻട്രൽ ആഫ്രിക്ക ആ ഒരു റീജിയനിലാണ് പാം ഓയിലിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത്. അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ല. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിനേറിയോ നോക്കണത് എന്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് പോലുള്ള ഇപ്പം മലേഷ്യ, ഇന്തോനേഷ്യ. അപ്പോൾ ഈ മലേഷ്യ, ഇന്തോനേഷ്യയൊക്കെയാണ് പാം ഓയിലിൻ്റെ ലീഡിങ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ. ഓക്കെ, ലീഡിങ് പ്രൊഡ്യൂസർ. സോ അതുകൊണ്ട് എന്താണ് അത് കൺഫ്യൂസ് ആവില്ലേ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് സിനേറിയോ വെച്ച് പാം ഓയിലിൻ്റെ ലീഡിങ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മലേഷ്യ, ഇന്തോനേഷ്യയൊക്കെയാണ്. പക്ഷേ അതിൻ്റെ നേറ്റീവ് എവിടെയാണ്? വെസ്റ്റ് ആൻഡ് സെൻട്രൽ ആഫ്രിക്കയാണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ വി ഗോട്ട് ദ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. കാരണം പാം ഓയിൽ ഈസ് എ റോ മെറ്റീരിയൽ ഫോർ സം ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് ലിപ്സ്റ്റിക് ആൻഡ് പെർഫ്യൂം. അത് എന്താണ് ശരിയാണ്. കാരണം പാം ഓയിൽ എന്താണ് ലിപ്സ്റ്റിക്കിനും അതുപോലെ എന്താണ് പെർഫ്യൂംസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ് ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു സ്മൂത്ത് ടെക്സ്ചറുണ്ട്. ഓക്കെ, ആൻഡ് ആൾസോ എന്താണ് എബിലിറ്റി ടു ഹോൾഡ് കളർ. ഓക്കെ, കളർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇത് ലിപ്സ്റ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പാം ഓയിലിന് എന്താണ് ഒരു സ്മൂത്ത് ടെക്സ്ചർ കൊടുക്കാൻ അതുപോലെ എന്താണ് കളർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതുപോലെ കോസ്മെറ്റിക് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ആൾസോ യൂസ്ഡ് ഇൻ ദ പെർഫ്യൂംസ്. ഓക്കെ, ദെൻ നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പാം ഓയിൽ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബയോഫ്യൂൾസ്. അത് എന്താണ് ശരിയാണ്. കാരണം വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു റിന്യൂവബിൾ ഫ്യൂവൽ സോഴ്സ് ആണ് പാം ഓയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരുപാട് കൺട്രീസിൽ എന്താണ് ഇത് വൈഡ്ലി യൂസ്ഡ് ആയിട്ട് റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സോഴ്സ് ആയിട്ട് പാം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 and 3 ഓൺലി ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം അതിൻ്റെ നേറ്റീവ് വരുന്നത് വെസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ആഫ്രിക്കയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 53. With reference to the Indus river system, of the following 4 rivers, 3 of them pour into one of them, which joins the Indus directly. അപ്പോൾ ഇതിൽ മൂന്നെണ്ണം എന്താണ് മറ്റേ ഏതോ ഒന്നിലോട്ട് എന്താണ് വന്ന് ചേർന്നിട്ട് അതാണ് പിന്നെ ഇൻഡസുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. Among the following, which one is such a river that joins the Indus directly? അപ്പോൾ ഇതിൽ ഇൻഡസുമായിട്ട് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യുന്ന റിവർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? കുറച്ച് ഫാക്റ്റാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു ഇൻഡസിൻ്റെ ആ റിവർ സിസ്റ്റം നോക്കി അത് എങ്ങനെയാണ് വരുന്നത്, അത് അവസാനം ഏത് റിവറാണ് വന്ന് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞാലേ നമുക്ക് എന്താണ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻഡസിന് മെയിനായിട്ട് 5 ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ഓക്കെ, ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചലം, രവി, ചെനാബ്, സത്ലജ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ എന്താണ് ബിയാസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നോക്കാം. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സത്ലജ് ആണ് ഡയറക്റ്റ് ആയിട്ട് ഇൻഡസിൽ വരുന്നത്. ആദ്യം ജലം എന്ത് ചെയ്യും? ജലം ജോയിൻസ് ചെനാബ്. ഓക്കെ, ജലം ചെനാബുമായിട്ട് എന്താണ് ജോയിൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് അത്? ജാങ്കിൽ വെച്ചാണ്, പാകിസ്ഥാനിലുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? രവി ജോയിൻ ചെയ്യുന്നുണ്ട്. രവി ജോയിൻസ് ചെനാബ്.
ഓക്കെ, രവി എന്താണ് ചെനാബിനെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? സാരായ് സിദ്ധൂലാണ്. സാരായ് സിദ്ധൂൽ വെച്ച് എന്താണ് രവി ചെനാബുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബിയാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ബിയാസ് എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? ബിയാസ് സത്ലജിലാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ബിയാസ് സത്ലജിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതെവിടെ വെച്ചാണ്? ഹരിക്കയിൽ വെച്ചാണ്. അത് ഇന്ത്യയിൽ തന്നെയാണ് ഹരിക്കൈ. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെനാബ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെനാബ് എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? അഗൈൻ സത്ലജിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? പഞ്ചാബ് റിവർ ഫോം ചെയ്യുന്നത്. ഓക്കെ, പഞ്ച്നാഥ്. ഓക്കെ, പഞ്ച്നാഥ് റിവർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലം ചെനാബുമായിട്ട് ജാങ്കിൽ വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. രവി ചെനാബുമായിട്ട് എന്താണ് സരായിൽ വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. സരായ്. ഓക്കെ, സരായിൽ വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ബിയാസ് സത്ലജുമായിട്ട് ഹരിക്കയിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു. ആൻഡ് ചെനാബും സത്ലജും കൂടെ ജോയിൻ ചെയ്തതാണ് പഞ്ചനാഥ് റിവർ ഫോം ചെയ്യുന്നത്. സോ ഇതെന്താണ്? ഈ നാലും എന്താണ് പരസ്പരം ജോയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി അവസാനം എന്താണ്? ഫൈനലി സത്ലജ് എന്ത് ചെയ്യുന്നുണ്ട്? സത്ലജ് ഈ നാലെണ്ണത്തിൻ്റെയും കമ്പൈൻഡ് വാട്ടർ വെച്ചിട്ട്, ഓക്കെ, നാലിൻ്റെയും കൂടെ കമ്പൈൻഡ് വാട്ടർ വെച്ചിട്ട് എവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്? ഇൻഡസുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതെവിടെ വെച്ചിട്ടാണ്? മിത്താൻകോട്ട് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം എന്താണ്? ജലം ചെനാബുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, ജാങ്കിൽ വെച്ച് പാകിസ്ഥാനിലാണ്. ദെൻ രവി ബിയാസ് ചെനാബുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, അത് സരായിൽ വെച്ചാണ്. നെക്സ്റ്റ് ബിയാസ് സത്ലജുമായിട്ട് ജോയിൻ ചെയ്ത് ഹരിക്കയിൽ വെച്ചാണ്. ദെൻ ചെനാബ് സത്ലജുമായിട്ട് ജോയിൻ ചെയ്ത് എന്താണ് പഞ്ചനാഥ് റിവർ ഉണ്ടാവുന്ന ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി എന്താണ് ഇത് നാലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഏതുമായിട്ട്? സത്ലജ്. ഓക്കെ, ഇത് നാലും ഓൾറെഡി സത്ലജുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. കാരണം ജലവും രവിയും ചെനാബുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ചെനാബ് ഇവിടെ സത്ലജുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ബിയാസും സത്ലജുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നാലും കൂടെ എന്താണ് സത്ലജുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്ലജുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അതെവിടെ വെച്ചാണ്? മിത്താൻകോട്ടിൽ വെച്ചാണ് ജോയിൻ നടക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സത്ലജാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ, ദിദ്വാന, കച്ചമൻ, സർഗോൾ ആൻഡ് ഖത്തു are names of glaciers, mangrove areas, Ramsar sites, saline lakes. Okay, Didwana, Kuchuman, Sargol and Kathu are names of ഏതാണ്? ഇതെല്ലാം വരുന്നത് സലൈൻ ലേക്സിൻ്റെ നെയിംസ് ആണ്. ഓക്കെ, ഗ്ലേഷ്യേഴ്സോ മാംഗ്രോ ഏരിയസോ രാംസാർ സൈറ്റോ ഒന്നും അല്ല. 54 ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദിദ്വാന ആയാലും അതുപോലെ എന്താണ് കച്ച്മൻ ആയാലും സർഗോൾ ആയാലും കത്തു ആയാലും എന്താണ് ഇതെല്ലാം സലൈൻ ലേക്സിൻ്റെ നെയിമാണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ലേക്സ് ആണ്. ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ലേക്കാണ്. സോൾട്ട് വാട്ടർ ലേക്ക് എവിടത്തെയാണ്? പ്രധാനമായിട്ടും രാജസ്ഥാനിലുള്ള, നമുക്കറിയാം ഇൻലാൻഡ് സോൾട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് രാജസ്ഥാൻ റീജിയനിലായിരിക്കും. ഓക്കെ, കാരണം അവിടെയാണ് ഡെസേർട്ട് കൂടുതൽ വരുന്നത്. അതുപോലെ എന്താണ് ഇൻലാൻഡിലായിട്ട് സോൾട്ട് വാട്ടർ ലേക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലും ഇവിടെയാണ് രാജസ്ഥാനിലാണ്. ഓക്കെ, സോ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സലൈൻ ലേക്സ് ആണ്. ഈ ദിദ്വാനയും കച്ചമനും സർഗോളും ഖത്തും ഇതെല്ലാം എന്താണ് സോൾട്ട് വാട്ടർ ലേക്സ് ആണ്. ഓക്കെ, അതാണ്. അപ്പോൾ 54ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Next 55. Consider the following rivers: Brahmani, Nagavalli, Subarnarekha, Vamsadhara. Which of the above arises from the Eastern Ghats? So ഇതിൽ ഈസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് റൈസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ സി 3 and 4, ഓപ്ഷൻ ഡി 1 and 3. അപ്പോൾ ഇതിൽ ഏതൊക്കെ റിവേഴ്സാണ് ഈസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് റൈസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ബ്രഹ്മണി ഉണ്ട്, നാഗവല്ലി ഉണ്ട്, സുബർണരേഖ ഉണ്ട്, വംശധാര ഉണ്ട്. അപ്പോൾ ഓരോന്നും എവിടെ നിന്നാണ് ചെയ്ത് നമുക്ക് നോക്കാം. ബ്രഹ്മണി എന്ന് പറയുന്നത് എന്താണ്? അത് പ്രധാനമായിട്ടും ഒരു സീസണൽ റിവറാണ്. ഒഡീഷയിലെ സീസണൽ റിവറാണ് എന്ന് പറയുന്നത് ബ്രഹ്മണി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു കോൺഫ്ലുവൻസ് കിടക്കുന്നുണ്ട്. ഇത് ഫോം ചെയ്യുന്ന എന്തിൻ്റെ കോൺഫ്ലുവൻസ് വഴിയാണ്? കോൺഫ്ലുവൻസ് ഓഫ് സംഘ ആൻഡ് സൗത്ത് കോയൽ. ഓക്കെ, എവിടെ വെച്ചിട്ട്? റൂർക്കേരിയയിൽ വെച്ചാണ് അത് ഫോം ചെയ്യുന്നത്. ഇനി നാഗവല്ലി എന്ന് പറയുന്നത് എന്താണ്? അത് ഒഡീഷയിൽ നിന്ന് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഒഡീഷ എവിടെ നിന്നാണ്? ഈസ്റ്റേൺ ഘട്ട് പാർട്ടിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സുബർണരേഖയും സെയിം എന്താണ്? ഒഡീഷയിൽ നിന്ന് തന്നെയാണ്. ഒഡീഷയിൽ ഈസ്റ്റേൺ ഘട്ട് റീജിയനിൽ നിന്നത് സുബർണരേഖയല്ല, വംശധാര. ഓക്കെ, ആരിപ്പോയതായിരുന്നത് വംശധാര എവിടെ നിന്നാണ്? ഒഡീഷയിൽ നിന്ന് തന്നെയാണ്. എവിടെ നിന്നാണ്? ഒഡീഷയുടെ ഈസ്റ്റേൺ ഘട്ട് റീജിയനിൽ നിന്ന്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്ന ഏതാണ്? സുബർണരേഖയാണ്. സുബർണരേഖ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അത് ജാർഖണ്ഡിൽ നിന്നാണ്, റാഞ്ചിയിൽ നിന്നാണ്. ഓക്കെ, റാഞ്ചി പ്ലേറ്റ്യൂ എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? നാഗവല്ലിയും അതുപോലെ വംശധാരയും മാത്രമാണ് എന്ത് ഈസ്റ്റേൺ ഗട്ടിൽ നിന്ന് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 2 and 4 ആണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് മാപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് റിവേഴ്സിൻ്റെ മാപ്പിംഗ് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്ത് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നാഗവല്ലിയും അതുപോലെ എന്താണ് വംശധാരയും മാത്രമാണ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. മറ്റ് രണ്ടും ബ്രാഹ്മണി, ഒഡീഷയിൽ നിന്നാണ്. അത് ഏതിൻ്റെയൊക്കെ കോൺഫ്ലുവൻസ് കാരണമാണ്? സംഘ് അതുപോലെ എന്താണ് സൗത്ത് കോയിലിൻ്റെയും കൂടെ കോൺഫ്ലുവൻസ് ആണ്. റൂക്കയിൽ വെച്ച് എന്താണ് ഇത് രണ്ടും കൂടെ കോൺഫ്ലുവൻസ് ചെയ്യുന്ന കാരണമാണ് ഇത് അതുണ്ടാകുന്നത്. ദെൻ സുബർണരേഖ എവിടെയാണ്? അത് ജാർഖണ്ഡിലാണ്, റാഞ്ചി പ്ലേറ്റിൽ നിന്നാണ് എന്താ അതും ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ആൻസർ വരുന്നത് 2 and 4 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 56. Consider the following statements. The Global Ocean Commission grants a license for seabed exploration and mining in international waters. Second statement, India has received licenses for seabed mineral exploration in international waters. Option 3, rare earth minerals are present on the seafloor in international waters. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, റയർ എർത്ത് മിനറൽസ് ആർ പ്രസൻറ്റ് ഓൺ ദ സീ ഫ്ലോർ ഇൻ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്. എന്തായാലും എന്താണ് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൻ്റെ സീ ഫ്ലോറിൽ റയർ എർത്ത് മിനറൽസ് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്? ഇന്ത്യ ഹാസ് റിസീവ്ഡ് ലൈസൻസ് ഫോർ സീബെഡ് മിനറൽ എക്സ്പ്ലോറേഷൻ ഇൻ ദ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യക്ക് എന്താണ് ഇൻ്റർനാഷണൽ വാട്ടർ ചെയ്ത് മിനറൽസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു ലൈസൻസ് ഉണ്ട്. ഓക്കെ, ഇന്ത്യ കാരണം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിന്. കാരണം ആ ഒരു കാര്യം കൂടെ അറിയാമെങ്കിൽ എന്താണ് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് എഴുതാം. ദെൻ ഫസ്റ്റ് വരുന്നതാണ് കൺഫ്യൂഷൻ വരുന്നത്. ദ ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ ഗ്രാൻസ് ലൈസൻസസ് ഫോർ സീബെഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് മൈനിങ് ഇൻ ഇൻ്റർനാഷണൽ വാട്ടർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എന്താണ് നമുക്ക് അവിടെ തെറ്റാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ലൈസൻസ് ഫോർ സീബെഡ് എക്സ്പ്ലോറേഷൻ മൈനിങ് ആൻഡ് ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് ആര് ഗ്രാൻഡ് ചെയ്തു എന്നതിലാണ് എന്തൊരു ഡൗട്ട് വരുന്നത്. കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് ദ ഗ്ലോബൽ ഓഷൻ കമ്മീഷനാണ് ഇത് ഗ്രാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ദ ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ അല്ല ഇതിന് കൊടുക്കുന്നത്. ഇതിന് ലൈസൻസ് കൊടുക്കുന്ന ആരാണ്? ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്ന ആരാണ്? ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയാണ് എന്ത് ഇതിന് ലൈസൻസ് കൊടുക്കുന്നത്, അല്ലാണ്ട് ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ അല്ല. ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിരുന്നു. ഓക്കെ, ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ ഒന്ന് താഴോട്ട് എഴുതാം. ഓക്കെ, ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഇൻഡിപെൻഡൻറ്റ് ഷോർട്ട് ടൈം ഇൻ്റർനാഷണൽ ബോഡി ആയിരുന്നു. ഷോർട്ട് ടൈം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ടൈം പീരീഡ് വരുന്ന ഏകദേശം 2013 മുതൽ 2016 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബോഡി ആയിരുന്നു. ഓക്കെ, നാഷണൽ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ഓക്കെ, സോ അവരുടെ ഫോക്കസ് എന്ന് വെച്ചാൽ എന്താണ്? ഓഷൻ്റെ ഹെൽത്ത്, അതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. ഓഷൻ ഹെൽത്ത് ആൻഡ് ആൾസോ ഗവർണൻസ്. ഓഷൻ ഹെൽത്തും ഗവർണൻസും വരുന്നത് ഈ ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഈ ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്ന ആരാണ്? അത് ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയാണ് എന്ത് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? റോങ് ആണ്. കാരണം ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ അല്ല, പകരം ആരാണ്? ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? സീബെഡ് എക്സ്പ്ലോറേഷനും അതുപോലെ എന്താണ് മൈനിങ്, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിന് മൈനിങ്ങിനൊക്കെ ഉള്ള ലൈസൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഗ്ലോബൽ ഓഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഇൻഡിപെൻഡൻറ്റ് ഷോർട്ട് ടൈം ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. കാരണം 2013 മുതൽ 2016 വരെ, ഓക്കെ 2013 മുതൽ 2016 വരെ മാത്രമായിരുന്നു എന്താ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട എയിം അല്ലെ അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഗവർണൻസും അതുപോലെ തന്നെ എന്താണ് ഓഷൻ്റെ ഹെൽത്തും നോക്കുക. അതൊക്കെയായിരുന്നു എന്ത് ഓഷൻ്റെ ഗവർണൻസ് അതുപോലെ തന്നെ ഓഷൻ ഹെൽത്ത്. ഇത് കണ്ടുവരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഇന്ത്യ ഹാസ് റിസീവ്ഡ് ലൈസൻസ് ഫോർ സീബെഡ് മിനറൽ എക്സ്പ്ലോറേഷൻ ഇൻ ഇൻ്റർനാഷണൽ വാട്ടർ. ഓക്കെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യക്ക് എന്താണ് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ മൈനിങ് ചെയ്യാനുള്ള സീബെഡ് മിനറൽ എക്സ്പ്ലോറേഷനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതും ശരിയാണ്. അതുകൂടെ എന്താ ഇതിനൊരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്കാണെന്ന് ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് തന്നെ എന്താണ്? ഇന്ത്യക്കാണ്. ഓക്കെ, ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ബി ഗ്രാൻഡഡ് പയനിയർ സ്റ്റാറ്റസ്. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് എഴുതാം. ഓക്കെ, സോ ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ഗെറ്റ് പയനിയർ
ഇൻവെസ്റ്റർ സ്റ്റാറ്റസ്. ഓക്കെ, പയനിയർ ഇൻവെസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതെന്താണ് ഫസ്റ്റ് കിട്ടിയത് ഇന്ത്യക്കായിരുന്നു. അതുപോലെ എന്താണ് ഇന്ത്യയുടെ പോളിമെറ്റാലിക് മൊഡ്യൂൾസിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോളിമെറ്റാലിക് മൊഡ്യൂൾസ് ഏത് റീജിയനിൽ നിന്നായിരുന്നു പ്രധാനമായിട്ട് അതിനുവേണ്ടി സെൻട്രൽ ഇന്ത്യൻ ഓഷൻ ബേസിനും നെക്സ്റ്റ് ഇവിടെ ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ മെറ്റാലിക് നൊഡ്യൂൾസിന് വേണ്ടി സെൻട്രൽ ഇന്ത്യൻ ഓഷൻ ബേസിനും കിട്ടി. അതുപോലെ തന്നെ എന്താണ് പോളിമെറ്റാലിക് സൾഫൈഡ്സിന് വേണ്ടി പോളിമെറ്റാലിക് സൾഫൈഡ്സിന് വേണ്ടി ഏത് റീജിയനും കിട്ടി, നമ്മുടെ സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ ഓഷൻ റിഡ്ജും കിട്ടി. ഓക്കെ, അപ്പോൾ പോളിമെറ്റാലിക് നൊഡ്യൂൾസിന് വേണ്ടി സെൻട്രൽ ഇന്ത്യൻ ഓഷൻ ബേസിനും അതുപോലെ എന്താണ് പോളിമെറ്റാലിക് സൾഫൈഡ്സിന് വേണ്ടി എന്താണ് സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ ഓഷൻ റിഡ്ജുമാണ് എന്ത് ഇന്ത്യക്ക് കൊടുത്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്താണ് പയനിയർ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു, ഫസ്റ്റ് കൺട്രി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായുള്ള കാരണം. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് റെയർ എർത്ത് മിനറൽസ് ആർ പ്രസൻറ്റ് ഓൺ ദ സീ ഫ്ലോർ ഓൺ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്. ഓക്കെ, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ റെയർ എർത്ത് മിനറൽസ് എന്താണ് അതിൻ്റെ സീ ഫ്ലോറിൽ കാണുന്നുണ്ട്. അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ 2 and 3 മാത്രം ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ്, 2 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അതാണ് 56ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 57. എമോങ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ദ ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻറ്റ് ക്രോപ്പ്. ഓക്കെ, ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻറ്റ് ക്രോപ്പ് ഏതെന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ വാട്ടർ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, അത് എമൗണ്ട് ഓഫ് ഡെഫിനിഷൻ എഴുതാം, എമൗണ്ട് ഓഫ് yield produced per unit of water used. Okay, so amount of yield produced per unit of water used. Okay, അതായത് ഒരു yield പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു yield പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര യൂണിറ്റ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അതിനാണ് എന്ത് വാട്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വാട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായിരിക്കും അവർ ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻറ്റ് ക്രോപ്പ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് വാട്ടർ യൂസ് ചെയ്യുന്നെങ്കിൽ ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ച് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ എഫിഷ്യൻറ്റ് ക്രോപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വാട്ടർ യൂസ് ചെയ്തതെന്ന് ആരെന്നാണ് ചോദിച്ചത്, കാരണം ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിച്ച് മീൻസ് ഏറ്റവും കൂടുതൽ വെള്ളം യൂസ് ചെയ്യുന്നത് ക്രോപ്സ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതായിരിക്കും, ആൻസർ ഷുഗർ കെയിൻ ആണ് വരുന്നത്. കാരണം ഷുഗർ കെയിൻ ആണ് ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻറ്റ് ക്രോപ്പ് എന്ന് പറയുന്നത്. കാരണം ഹൈ വാട്ടർ കൺസംഷൻ ആണ് ഷുഗർ കെയിന് വേണ്ടി വരുന്നത്. ഏകദേശം ഷുഗർ കെയിൻ്റെ കാര്യം എടുക്കുന്നെങ്കിൽ 1500 മുതൽ 2000 mm വരെ, ഓക്കെ 2000 മില്ലിമീറ്റർ വരെയാണിത് അത് വാട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷുഗർ കെയിനിൽ 1500 മുതൽ 2000 മില്ലിമീറ്റർ വരെയാണിത് അതിൻ്റെ വാട്ടർ യൂസ് ചെയ്യുന്നത് പെർ ക്രോപ്പ് സൈക്കിളിനാണ്. ഓക്കെ, പെർ ക്രോപ്പ് സൈക്കിൾ. അപ്പോൾ അതാണ് ഷുഗർ കെയിൻ്റെ കാര്യം. അപ്പോൾ ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻറ്റ് വിച്ച് മീൻസ് എന്താണ് ഏറ്റവും കൂടുതൽ വാട്ടർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ വാട്ടർ കൺസംഷൻ നടത്തുന്നത് ഏതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഷുഗർ കെയിൻ ആണ്. കാരണം ഷുഗർ കെയിൻ്റെ വാട്ടർ കൺസംഷൻ എത്രയാണ് 1500 മുതൽ 2000 മില്ലിമീറ്റർ. ഓക്കെ, 1500 മുതൽ 2000 മില്ലിമീറ്റർ വരെയാണ് പെർ ക്രോപ്പ് സൈക്കിളിലാണ്. ദെൻ നെക്സ്റ്റ് അടുത്ത ഓപ്ഷൻ ബി വരുന്ന ഏതാണ് സൺഫ്ലവറിൻ്റെ കാര്യമാണ്. സൺഫ്ലവറിൽ എത്രയാണ് വരുന്നത്, സൺഫ്ലവർ 400 to 600 മില്ലിമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ ഗ്രോയിങ് സീസണിൽ 400 to 600 മില്ലിമീറ്റർ മാത്രമാണത് അത് വാട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ സി വരുന്നത് എന്താണ് പേൾ മില്ലറ്റ് ആണ്. അത് ഏകദേശം എത്രയാണ് 250 to 450 mm വരെ മാത്രമാണ്. ഓക്കെ, 250 to 250 മുതൽ 450 മില്ലിമീറ്റർ വരെ മാത്രമാണ് അതിൻ്റെ ഗ്രോയിങ് സീസണിൽ വാട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനലി റെഡ് ഗ്രാം ആണ്. അത് ഏകദേശം 500 മുതൽ 700 മില്ലിമീറ്റർ വരെയാണ് അതിൻ്റെ ക്രോപ്പ് സൈക്കിൾ പെർ ക്രോപ്പ് സൈക്കിൾ. ഓക്കെ, പെർ ക്രോപ്പ് സൈക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആരാണ് ഷുഗർ കെയിൻ ആണ്. കാരണം 1500 മുതൽ 2000 മില്ലിമീറ്റർ വരെയാണ് അതിൻ്റെ ക്രോപ്പ് സൈക്കിൾ പെർ ക്രോപ്പ് സൈക്കിൾ അത് യൂസ് ചെയ്യുന്നത്. ബാക്കിയല്ല ഇപ്പോൾ സൺഫ്ലവർ ആണെങ്കിൽ 400 to 600, ദെൻ പേൾ മില്ലറ്റ് ആണെങ്കിൽ 250 to 450 മില്ലിമീറ്റർ, റെഡ് ഗ്രാം ആണെങ്കിൽ 500 to 700 മില്ലിമീറ്റർ പെർ ക്രോപ്പ് സൈക്കിളാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ്. ഷുഗർ കെയിൻ ആണ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻറ്റ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻ്റ് എന്ന് ചോദിച്ചാൽ അതെടുത്ത് നോക്കണം. കാരണം വാട്ടർ എഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇതിൽ ഏറ്റവും കുറവ് ആരാണ് യൂസ് ചെയ്യുന്നത് അവരെ കൊടുക്കാം. പക്ഷേ ലീസ്റ്റ് വാട്ടർ എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ വാട്ടർ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. വാട്ടർ കൺസംഷൻ ഹൈ ആയിരിക്കും അവരുടെ. സോ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ഷുഗർ കെയിൻ ആയിരിക്കും. നെക്സ്റ്റ് 58.
Consider the following statements. In the tropical zone, the western sections of the oceans are warmer than the eastern sections owing to the influence of trade winds. Second statement, in the temperate zone, westerlies make the eastern sections of the ocean warmer than the western section. Okay, direct ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫാക്ച്വൽ ആണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ഇൻ ദ ട്രോപ്പിക്കൽ സോണിൽ എന്താണ് വെസ്റ്റേൺ സെക്ഷൻ ഓഫ് ദ ഓഷൻസ് ആർ വാമർ ദാൻ ദ ഈസ്റ്റേൺ സെക്ഷൻസ് ഓയിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ട്രേഡ് വിൻഡ്സ്. ഓക്കെ, ട്രേഡ് വിൻഡ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ട്രോപ്പിക്കൽ സോണിൽ വെസ്റ്റേൺ സെക്ഷൻസ് ഓഫ് ദ ഓഷൻ ആയിരിക്കും എന്ത് വാമർ എന്നാണ് പറയുന്നത്. ഈസ്റ്റേൺ സെക്ഷനെ അപേക്ഷിച്ച് വെസ്റ്റേൺ സെക്ഷനാണ് വാമർ എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ട്രോപ്പിക്കൽ സോണിൻ്റെ കാര്യം എടുക്കാം. ട്രോപ്പിക്കൽ സോൺ, ഓക്കെ, അവിടെ ട്രേഡ് വിൻഡ് എവിടെ നിന്നാണ് വീശുന്നത്? ട്രേഡ് വിൻഡ് ബ്ലോ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഓക്കെ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് എന്ത് ട്രേഡ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് ബ്ലോ ചെയ്യുമ്പോൾ തന്നെ നോർമലി എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് എന്ത് ചെയ്യുന്നുണ്ട്? വാം സർഫസ് വാട്ടറിനെ എങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്? വെസ്റ്റിലോട്ട് പുഷ് ചെയ്യും. ഓക്കെ, കാരണം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരെയാണ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുമ്പോൾ എന്താണ്? ഇവിടെ നോക്കുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുമ്പോൾ എന്താണ്? ഈ വാം വാട്ടറിന് എന്താണ് വെസ്റ്റേൺ സൈഡിലോട്ട് എന്താണ് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പുഷ് warm surface water into വെസ്റ്റ്. ഓക്കെ, വെസ്റ്റേൺ സൈഡിലേക്ക് എന്താണ് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി, വെസ്റ്റേൺ സെക്ഷൻ ഓഫ് ദ ഓഷൻസ് ആർ വാമർ. നോർമലി വാം സർഫസ് വാട്ടറിനെ വെസ്റ്റേൺ സെക്ഷനിലോട്ട് പുഷ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആ വെസ്റ്റേൺ സെക്ഷൻ ആയിരിക്കും വാമറായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ട്രോപ്പിക്കൽ സോണിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വെസ്റ്റേൺ സെക്ഷൻ ഓഫ് ദ ഓഷൻസ് വാമർ ദാൻ ദ ഈസ്റ്റേൺ സെക്ഷൻസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ട്രേഡ് വിൻഡ് എന്നാണ് പറഞ്ഞത്. കാരണം നമുക്കറിയാം, ട്രോപ്പിക്കൽ സോൺ വരുമ്പോൾ എന്താണ് ട്രേഡ് വിൻഡ്സ് എവിടെ നിന്നാണ് വീശുന്നത്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് ബ്ലോ ചെയ്യുന്നത്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് ബ്ലോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വാം വാട്ടറിനെ, ഓക്കെ, ഈസ്റ്റിലുള്ള വാം വാട്ടറിനെ എന്താണ് അത് വെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, വാം ഓഷൻ വാട്ടറിനെ അല്ലെങ്കിൽ എന്താണ് വാം സർഫസ് വാട്ടറിനെ എന്താണ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നോർമലി എന്താണ് വെസ്റ്റേൺ സൈഡിൽ എപ്പോഴും എന്താണ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, വാം റീജിയൻ ആയിരിക്കും. സോ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇൻ ദ ടെമ്പറേറ്റ് സോൺ, വെസ്റ്റേർലീസ് മേക്ക് ദ ഈസ്റ്റേൺ സെക്ഷൻ ഓഫ് ദ ഓഷൻസ് വാമർ ദാൻ ദ വെസ്റ്റേൺ സെക്ഷൻ. ടെമ്പറേറ്റ് സോണിൽ എന്താണ് വെസ്റ്റേർലീസ് മേക്ക് ദ ഈസ്റ്റേൺ സെക്ഷൻ ഓഫ് ഓഷൻ വാമർ ദാൻ ദ വെസ്റ്റേൺ സെക്ഷൻ. ഓക്കെ, കാരണം നമുക്കറിയാം ടെമ്പറേറ്റ് സോണിൻ്റെ കാര്യം എടുക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ സോണിൽ നോക്കി, ടെമ്പറേറ്റ് സോൺ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? നോർമലി വെസ്റ്റേർലീസ് എവിടെ നിന്നാണ് ബ്രിങ് ചെയ്തുകൊണ്ട് വരുന്നത്? വാം എയറിനെ ഓഷൻ കറൻസിനെ എന്താണ് വെസ്റ്റിൽ നിന്ന് കൊണ്ടുവരും. ഓക്കെ, വെസ്റ്റേർലീസ് bring warm ocean current and air from west. Okay, എന്നിട്ട് എന്താണ് കോസിങ് ഈസ്റ്റേർഡ് സെക്ഷൻ ഓഫ് ദ ഓഷൻസ് ടു ബി വാമർ ദാൻ ദ വെസ്റ്റേർഡ് സെക്ഷൻ. കാരണം ഇതെന്താണ് വെസ്റ്റേർലീസ് എന്ന് വെച്ചാൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് വീശുന്നത്. സോ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അങ്ങോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് വെസ്റ്റേർലീസ് എന്ത് ചെയ്യുന്നുണ്ട്? വാമായിട്ടുള്ള ഓഷൻ കറൻസിനെയും അതുപോലെ എന്താണ് എയറിനെയും കൊണ്ടുപോകുന്നുണ്ട്. സോ അതിൻ്റെ ഫലമായിട്ട് എന്താണ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ഈസ്റ്റേൺ സൈഡിലായിരിക്കും എന്ത് ഈസ്റ്റേൺ സെക്ഷനിലായിരിക്കും എന്ത് ഓഷൻ വാട്ടർ വാമായിട്ട് വരുന്നത്. ഓക്കെ, വെസ്റ്റേൺ സെക്ഷനെക്കാട്ടിയും ഈസ്റ്റേൺ സെക്ഷനിലായിരിക്കും എന്ത് വാം ഓഷൻ വാട്ടർ വരുന്നത്. സോ അതാണെന്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കാരണം നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുക്കാൻ നോർത്ത് അറ്റ്ലാന്റിക് ഓഷൻ്റെ കാര്യമൊക്കെ എടുക്കുന്നെങ്കിൽ, നോർത്ത് അറ്റ്ലാന്റിക് അവിടെ നമുക്ക് ഗൾഫ് സ്ട്രീമിനെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഗൾഫ് സ്ട്രീം എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഈസ്റ്റ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വാം ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഗൾഫ് സ്ട്രീം ഈസ്റ്റ് കോസ്റ്റ് വാം ആക്കുന്നതിന് കാരണം എന്താണ്? ഈ ഒരു പ്രോസസ്സ് കാരണമാണ്. കാരണം ടെമ്പറേറ്റ് സോണിൽ എന്താണ് വെസ്റ്റേർലീസ് അവിടെ നിന്ന് ചൂടായിട്ടുള്ള ഓഷൻ വാട്ടറും അതുപോലെ എന്താണ് എയറും കൊണ്ട് അത് എങ്ങോട്ട് പോകുന്നുണ്ട്? ഈസ്റ്റേൺ സെക്ഷനിലേക്ക് പോകും. അതുകൊണ്ട് ഈസ്റ്റേൺ സൈഡ് ആയിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ വാമർ എന്ന് പറയുന്നത്. സോ ബോത്ത് 1 and 2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. അപ്പോൾ ജോഗ്രഫിയിൽ കുറച്ച് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാം. വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ്, അതുപോലെ തന്നെ എന്താണ് ട്രേഡ് വിൻഡ്സ്, അതുപോലെ അത് എങ്ങോട്ടൊക്കെയാണ് ബ്ലോ ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ 58ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 59. In the context of India's preparation for climate smart agriculture, consider the following statement. The climate smart village approach in India is the part of project led by the Climate Change, Agriculture and Food Security and International Research Program. Second statement, the project of CCAFS is carried out under the consultative group of International Agriculture Research headquarters in France. Third statement, the International Crop Research Institute for the Semi-Arid Tropics in India is one of the CGIAR research center.
അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻ ഫാക്റ്റാണ്, അറിഞ്ഞിരുന്നാലും നമുക്ക് എന്താണ് എഴുതാൻ പറ്റുള്ളൂ. കാരണം പ്രിപ്പറേഷൻ ഫോർ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചറിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. The climate smart village approach in India is a part of the project led by Climate Change, Agriculture and Food Security and International Research Program. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇതെന്താണ് ഫാമേഴ്സിന് എന്തിനെ പറ്റി അറിയാനുള്ള, ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഹെൽപ്പ് ഫാമേഴ്സ് ടു അഡാപ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ അതാണ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ക്ലൈമറ്റ് സ്മാർട്ട് വില്ലേജ് അപ്രോച്ച് എന്നാണ്. ഇറ്റ്സ് എ പ്രോജക്ട് ലെഡ് ബൈ ദ ക്ലൈമറ്റ് ചേഞ്ച്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഇൻ്റർനാഷണൽ റിസർച്ച് പ്രോഗ്രാം. ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ദ പ്രോജക്റ്റ് ഓഫ് CCAFS ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് ഓൺ ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഫ്രാൻസ്. അതും എന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഈ CCAFS എന്ന് പറയുന്നത് എന്താണ്, അത് ഏതിൻ്റെ ഒരു റിസർച്ച് പ്രോഗ്രാമാണ് അണ്ടർ ദ CGIAR. ഓക്കെ, CGIARൻ്റെ, അതായത് ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് ഓൺ ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ റിസർച്ച്, അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ് വരുന്നത്. അതും ശരിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. then മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ദ ഇൻ്റർനാഷണൽ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സെമി അരിഡ് ട്രോപ്പിക്സ്, അതായത് ICRISAT ഇൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ CGIAR റിസർച്ച് സെൻറ്റേഴ്സ്. അതും എന്താണ് ശരിയാണ്. കാരണം ഇതിൻ്റെ ഇത് വരുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ് വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. സോ അതും എന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ D ആയിരിക്കും. 1, 2 and 3 മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ് വേറെ ഡിസ്കസ് ചെയ്യാനില്ല, കുറച്ച് ഫാക്റ്റും കൂടെ ചേർന്നാണ്, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60. Leaf litter decomposes faster than in any other biome and as a result the soil surfaces is often almost bare. Apart from trees, the vegetation is largely composed of plants form that reach up into canopy vicariously by climbing the trees or growing as epiphytes rooted on the upper branches on trees. This is most likely description of ഏത് ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ഫോറസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ കൊടുത്തേക്കുന്നത് ഞാൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നുണ്ട് ലീഫ് ലിറ്റർ ഡീകമ്പോസസ് ഫാസ്റ്റർ ദാൻ ഇൻ എനി അതർ ബയോ. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആൻസർ അറിയായിരിക്കും എവിടെയായിരിക്കും ലീഫ് ലിറ്ററൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് ഇതാവുന്നത്. അതുകൂടാതെ എന്താണ് പിന്നെ പറയുന്നുണ്ട്, എന്ത്? വെജിറ്റേഷൻ ഈസ് ലാർജ്ലി കമ്പോസ്ഡ് ഓഫ് പ്ലാന്റ്സ് ഫോംസ് ദാറ്റ് റീച്ച് അപ്പ് ഇൻ ടു ദ കനോപ്പി വിക്കാരിയസ്ലി ബൈ ക്ലൈംബിങ് ദ ട്രീസ് ഗ്രോയിങ് ആസ് എപ്പിഫൈറ്റ്സ്. എന്താണ് പ്ലാന്റ്സ് കൊണ്ട്, അതുപോലെ എന്താണ് ചിലതൊക്കെ എന്താണ് ക്ലൈംബ് ചെയ്ത് പോകുന്ന പ്ലാന്റ്സ് കൊണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. കാരണം ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്നതൊക്കെ എന്തിനു വേണ്ടിയായിരിക്കും? കാരണം സൺലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയായിരിക്കും എന്ത് ചില പ്ലാന്റ്സൊക്കെ അങ്ങനെ പോകുന്നത്. സോ അത്രയും ഡെൻസ് ആയിട്ടുള്ളൊരു ഏരിയ ഏതായിരിക്കും നോർമലി വരുമ്പോഴേ? ആൻസർ ഏതായിരിക്കും? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരിക്കും. കാരണം അത്രയും ഡെൻസ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി എന്തിനും എന്താണ് കോണിഫറസ് ഫോറസ്റ്റ് ആയാലും ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആയാലും മാംഗ്രോ ഫോറസ്റ്റ് ആയാലും എന്താണ് ഈ ഒരു ഡെൻസ് വരുന്നില്ല. അതുകൂടാതെ എന്താണ് ലീഫ് ലിറ്റർ ഡീകമ്പോസസ് ഫാസ്റ്റർ ദാൻ ഇൻ എനി അതർ ബയോമോ. ഓക്കെ, അത് എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന് മാത്രം വരുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് ഏതൊക്കെ എഴുതാൻ പറ്റും? ഫസ്റ്റ് വൺ, dense canopy layer, then high biodiversity, പിന്നെ ഏതാണ് പ്രധാനമായിട്ടും അവിടെ പ്രോബ്ലം വരുന്നത്? പുവർ സോയിലായിരിക്കും. എന്തുകൊണ്ട്? ഡ്യൂ ടു rapid nutrient absorption. Okay, then multiple plant adaptations. Okay, so ഇതെല്ലാം എന്താണ് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമ്മൾ നോക്കുക. കോണിഫറസ് ഫോറസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആയാലും ദെൻ മാംഗ്രോ ഫോറസ്റ്റ് ആയാലും അവരുടെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ എന്താണ് ജസ്റ്റ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 16th ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ് വരുന്നത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് 61. The vegetation of savanna consists of grassland with scattered small trees, but extensive areas have no trees. The forest development in such area is generally kept in check by one or more or a combination of some conditions.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സച്ച് കണ്ടീഷൻസ്. അപ്പോൾ എന്താണ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ദ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സച്ച് ഏരിയാസ് ഈസ് ജനറലി കെപ്റ്റ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫോറസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത് നോക്കാം. ഫസ്റ്റ് the forest development in such areas generally kept in check by one or more or a combination of such conditions. ഓക്കെ, സോ ഏതൊക്കെ കണ്ടീഷനാണ് അതിന് കാരണമാകുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പം സാവന്നയിൽ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിന് പ്രൈമറി റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇത് നോക്കിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും സാവന്നയിൽ ഫോറസ്റ്റ് ഉണ്ടാകുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. ഫസ്റ്റ് നോക്കി, ബോറോയിങ് ഓഫ് animals and termites. Second one, second statement, fire. Third one, grazing herbivores. Fourth one, seasonal rainfall. Fifth one, soil properties. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സാവന്നയിൽ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിന് ജനറലി എന്താണ് ഇത് ചെയ്യുന്നത്, ഓക്കെ, തടയുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് നോക്കി, ബോറോയിങ് ആനിമൽസ് ആൻഡ് ടെർമൈറ്റ്സ്. അപ്പോൾ ആനിമൽസിൻ്റെയും ടെർമൈറ്റ്സിൻ്റെയൊക്കെ എന്താണ് ബോറോ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? നോർമലി അത് സോയിലിന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇംപ്രൂവ് സോയിൽ എയറേഷനാണ് ചെയ്യുന്നത്. സോ അത് ഇംപ്രൂവ് സോയിൽ എയറേഷൻ ആൻഡ് ആൾസോ ന്യൂട്രിയൻ സൈക്കിൾ. ഓക്കെ, സോ അതെന്താണ് ഫോറസ്റ്റ് ഉണ്ടാകുന്ന പ്രിവെൻറ്റ് ചെയ്യാതെ പകരം എന്താണ് ഇംപ്രൂവ് സോയിൽ എയറേഷനും അതുപോലെ എന്താണ് ന്യൂട്രിയൻ സൈക്കിളും എന്താണ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ഫസ്റ്റ് അപ്പോൾ നമുക്ക് ആദ്യമേ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് ഫയർ. ഓക്കെ, ഫയർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഫയർ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഫോറസ്റ്റ് ഫയറോ അല്ലെങ്കിൽ ഫയറൊക്കെ വരുമ്പോൾ എന്താണ് അത് നോർമലി ഈ ട്രീയുടെ സാപ്ലിങ്സിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് കിൽ ട്രീ സാപ്ലിങ്സ് അല്ലെങ്കിൽ ട്രീ സീഡ്ലിങ്സ് കൊടുക്കാം. ഓക്കെ, ട്രീ സീഡ്ലിങ്സിനെ എന്താണ് കില്ല് ചെയ്യുന്നുണ്ട്. സോ അതിനെ കില്ല് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായിരിക്കും? കാരണം ഗ്രാസിനാണെങ്കിൽ അതിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് എന്താണ് കുറച്ച് ഇത് കാണാം, അത് വീണ്ടും വളർന്നു വരാൻ പറ്റും ഇപ്പോൾ ഫയർ ആയാലും. പക്ഷേ ട്രീക്ക് എന്താണ് സീഡ്ലിങ്സിനെ കില്ല് ചെയ്താൽ പിന്നെ അത് വളർന്നു വരുന്നതാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ അപ്പം എന്തായാലും അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഗ്രേസിങ് ഹെർബിവോർസ്. ഹെർബിവോറിനെ ഗ്രേസ് ചെയ്യുന്ന കാരണം എന്തായിരിക്കും? അതും ഇതുപോലെ എന്താണ് യങ് സാപ്ലിങ്സ് ഒക്കെ എന്താണ് ഈറ്റ് ചെയ്യുന്നുണ്ട്. സോ അതും എന്തായിരിക്കും നോർമലി അതിനെ തടയുന്നതായിരിക്കും ഫോറസ്റ്റ് റീജനറേഷന്. പിന്നെന്താണ് സീസണൽ റെയിൻഫാൾ. നമുക്കറിയാം ഫോറസ്റ്റൊക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നല്ല റെയിൻഫാൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫോറസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സീസണൽ റെയിൻഫാൾ ആണെങ്കിൽ എന്താണ് അത് നോർമലുള്ള ഗ്രാസ് ലാൻഡിലൊക്കെ ആയിരിക്കും, പക്ഷേ എന്താണ് ഫോറസ്റ്റ് ജനറേഷന് സീസണൽ റെയിൻഫാൾ പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്താണ് അതും ഫോറസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ് തടയുന്ന കാര്യമാണ്. ഓക്കെ, ലിമിറ്റഡ് അല്ലെങ്കിൽ സീസണൽ റെയിൻഫാൾ ഒരു നാച്ചുറൽ ഫോറസ്റ്റിന് അല്ലെങ്കിൽ എന്താണ് ഒരു നോർമലി ഫോറസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ഓക്കെ, അത് ചിലപ്പോൾ എന്തായിരിക്കും ഗ്രാസ് ലാൻഡ് ഫോർമേഷൻ ഇനഫ് ആയിരിക്കും, ബട്ട് എന്തായിരിക്കും ഫോറസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ശരിയല്ല. പിന്നെ പറയുന്നത് എന്താണ് സോയിൽ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. സോയിൽ പ്രധാനമായിട്ട് എന്താണ് ആ ഒരു ഏരിയയിലെ വെജിറ്റേഷനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലാണ്ട് എന്താണ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിന് വലിയ പങ്കൊന്നും വഹിക്കുന്നില്ല. സോ അതുകൊണ്ട് സോയിലും വരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് എന്തായിരിക്കും ആൻസർ വരുന്നത് 2, 3 and 4 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെജിറ്റേഷൻ ഓഫ് സാവന്ന കൺസിസ്റ്റ് ഓഫ് ഗ്രാസ് ലാൻഡ് വിത്ത് സ്കാറ്റേഡ് സ്മോൾ ട്രീസ് ബട്ട് എക്സ്റ്റെൻസീവ് ഏരിയാസ് ഹാവ് നോ ട്രീസ്. അതായത് എന്താണ് ഫോറസ്റ്റ് ഇല്ല, എക്സ്റ്റെൻസീവ് ഏരിയാസിൽ എന്താണ് നോ ട്രീസ് ആണ്. അപ്പോൾ ദ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സച്ച് ഏരിയ ഈസ് ജനറലി കെപ്റ്റ് ഇൻ ചെക്ക് ബൈ വൺ ഓർ മോർ ഓർ എ കോമ്പിനേഷൻ ഓഫ് സം കണ്ടീഷൻസ്. ഓക്കെ, ജനറലി ആ ഒരു ഏരിയയിൽ എന്താണ് ഫോറസ്റ്റിനെ റെസ്ട്രിക്ഷൻ ചെയ്യുന്ന എന്തായിരിക്കും ചില ഫാക്ടേഴ്സ് കാണും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സച്ച് കണ്ടീഷൻ, ഏതൊക്കെയാണ് ആ ഒരു കണ്ടീഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫയർ, അതുപോലെ ഗ്രേസിങ് ഹെർബിവോർസ്, അതുപോലെ എന്താണ് സീസണൽ റെയിൻഫാൾ, ഇത് മൂന്നുമാണ് എന്ത് ഫോറസ്റ്റിൻ്റെ റെഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി രണ്ടും എന്താണ് വലിയ ഇപ്പോൾ ബോറോ ആനിമൽ ആൻഡ് ടെർമൈറ്റ്സ് എന്നാൽ നോർമലി അതിനെ ഇമ്പ്രൂവ് ചെയ്യത്തേ ഉള്ളൂ. സോയിലിൻ്റെ എയറേഷനെ അതുപോലെ എന്താണ് ന്യൂട്രിയൻ സൈക്കിളിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റാദർ ദാൻ പ്രിവെൻറ്റിങ് ഫോറസ്റ്റ് എന്നതിന് പകരം എന്തായിരിക്കും അത് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ദെൻ സോയിൽ പ്രോപ്പർട്ടീസ് എന്താണ് ജനറലി എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഒരു ഏരിയ വെജിറ്റേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ല എന്താണ് സോയിൽ ഫോർമേഷൻ എന്ന് വളരെ ഒരുപാട് എന്താണ് അത് ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ ആൻസർ വരുന്നത് 2, 3 and 4 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും എന്ത് ആൻസർ വരുന്നത്. അപ്പോൾ അതാണ് 61, 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് 62. With reference to water on the planet Earth, consider the following statement. The amount of water in rivers and lakes is more than the amount of groundwater. Second statement,
The amount of water in polar ice and glaciers is more than the amount of ground water. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് ചെയ്യണം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ് ആൻഡ് ലേക്സ് ഈസ് മോർ ദാൻ ദ എമൗണ്ട് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിനെ കൂടുതൽ എന്താണ് ഫ്രഷ് വാട്ടർ എവിടെയുണ്ട്? റിവേഴ്സ് ആൻഡ് ലേക്സിലുണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റിവേഴ്സ് ആൻഡ് ലേക്സിൽ വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഗ്രൗണ്ട് വാട്ടർ ലെവൽ വരുന്നത്, ഗ്രൗണ്ട് വാട്ടറിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് ഏകദേശം എത്രയാണ്? 30.1% എന്താണ് ഗ്രൗണ്ട് വാട്ടർ വരുന്നുണ്ട്. വേൾഡ് ഫ്രഷ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 30.1% ഗ്രൗണ്ട് വാട്ടറാണ് വരുന്നത്. അതേസമയം റിവേഴ്സ് ആൻഡ് ലേക്സ് നമുക്ക് സർഫസ് എന്ന് പറയാം. ഓക്കെ, സർഫസ് വാട്ടർ എന്ന് പറയാം. അത് എത്ര മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്? 1.2% മാത്രമാണ് എന്ത് അത് ഉള്ളത്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ ഏകദേശം 30.1% ഉണ്ട്. ബട്ട് അതേസമയം റിവേഴ്സ് ആൻഡ് സർഫസിൽ നിന്ന് പറഞ്ഞാൽ 1.2%, സംടൈംസ് അതിൽ കുറവ് മാത്രമായിരിക്കും വരുന്നത്. സോ ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ് ആൻഡ് ലേക്സ് ഈസ് മോർ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. കാരണം ഗ്രൗണ്ട് വാട്ടർ ഈസ് ഓൾവേസ് മോർ ദാൻ സർഫസ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യർ ഈസ് മോർ ദാൻ ദ എമൗണ്ട് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ പോളാർ ഐസ് ക്യാപ്സിലെയും ഗ്ലേഷ്യേഴ്സിലെയും വെള്ളം എന്താണ് ഗ്രൗണ്ട് വാട്ടറിനെക്കാട്ടിയും കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് അവിടെ വരുന്ന ഏകദേശം എത്രയാണ്? 68.7% ഓഫ് എർത്തിൻ്റെ ഫ്രഷ് വാട്ടർ വരുന്നുണ്ട്. ഗ്രൗണ്ട് വാട്ടർ 30.1 വരുന്നുള്ളൂ, ഏകദേശം ഇരട്ടിയോളം വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ശരിയായിരിക്കും. കാരണം വാട്ടർ ഇൻ പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് ഈസ് മോർ ദാൻ ദ എമൗണ്ട് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിനെക്കാട്ടിയും കൂടുതലാണ് ഏത് പോളാർ ഐസ് ക്യാപ്സിലും ഗ്ലേഷ്യേഴ്സിലും വരുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഏകദേശം 30.1% വരുമ്പോൾ പോളാർ ഐസ് ക്യാപ്സ് അതുപോലെ ഗ്ലേഷ്യേഴ്സിൽ എത്രയാണ്? 68.7% വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും, 2 ഓൺലി മാത്രമായിരിക്കും. അപ്പോൾ സർഫസ് വാട്ടർ 1.2% വരുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ 30.1% വരുന്നുണ്ട്, ദെൻ പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് വരുന്നത് 68.7% വരുന്നുണ്ട്. അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും, 2 ഓൺലി മാത്രമായിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അത് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 63. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Moringa or drumstick tree is a leguminous evergreen tree. Second one, tamarind tree is endemic to South Asia. Third statement, in India, most of the tamarind is collected as minor forest produce. Fourth statement, India export tamarind and seeds of moringa. Fifth statement, seeds of moringa and tamarind can be used in the production of biofuels. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ ടാമറിൻഡ് ഈസ് കളക്റ്റഡ് ആസ് എ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇന്ത്യയിൽ ടാമറിൻഡ് അതുപോലെ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ മൊറിങ്ക ആയാലും എന്താണ് അത് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ ടാമറിൻഡ് ഈസ് കളക്റ്റഡ് ആസ് ദ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 3 ശരിയാണ്. ദെൻ ഇന്ത്യ എക്സ്പോർട്ട് ടാമറിൻഡ് ആൻഡ് സീഡ്സ് ഓഫ് മൊരിങ്ക. ഇന്ത്യ എന്താണ് ടാമറിൻഡ് അതുപോലെ സീഡ്സ് ഓഫ് മൊരിങ്ക എന്താണ് എക്സ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത്. ഭയങ്കര എന്താണ് കോമൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ലോജിക്കലി നമുക്ക് ആലോചിക്കുമ്പോൾ ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 4 എന്തായിരിക്കും? ശരിയായിരിക്കും. നെക്സ്റ്റ് 3, 4, 5, 1, 3, 4. അപ്പോൾ 3ഉം 4ഉം എന്താണ് റൈറ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി 1ഓ 5ഓ ആണോ നോക്കുക. മൊറിങ്ക അല്ലെങ്കിൽ ഡ്രംസ്റ്റിക് ട്രീ എന്ന് പറയുന്നത് എന്താണ് ഒരു ലെഗുമിനസ് എവർഗ്രീൻ ട്രീ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് മൊറിങ്ക ഒരു എവർഗ്രീൻ അല്ല, പകരം എന്താണ് ഒരു ഡെസിജിയസ് ആണ്. ഡെസിജിയസ് ഫോറസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഡെസിജിയസ് ട്രീയിലാണ് എന്ത് മൊറിങ്ക വരുന്നത്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഡെസിജിയസ് ട്രീ ആണ് മൊറിങ്ക വരുന്നത്, എവർഗ്രീൻ അല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകുമ്പോൾ നമുക്ക് ഏതും പോവാം. ആൻസർ അപ്പോൾ 3, 4, 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീഡ്സ് ഓഫ് മൊറിങ്ക ആൻഡ് ടാമറിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂൽസ്. അത് എന്താണ് ക്യാൻ ബി യൂസ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ യൂസ് ചെയ്യായിരിക്കും ടാമറിൻ്റെ, അതുപോലെ എന്താണ് മൊറിങ്കയുടെയും സീഡ്സ് എന്താണ് ബയോഫ്യൂൽസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതെന്താണ് ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 5 നമുക്കപ്പോൾ എന്താണ് ശരിയായിട്ട് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഓപ്ഷൻ സി എന്താണ് ഓപ്ഷൻ സി അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ ബിയിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ടാമറിൻ ട്രീ ഈസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ എന്നാണ് പറയുന്നത്. പക്ഷേ എൻഡമിക് ടു സൗത്ത് ഏഷ്യ അല്ല, എവിടെയാണ് ഇത് നേറ്റീവ് ടു ട്രോപ്പിക്കൽ ആഫ്രിക്ക ആയിരുന്നു. ഓക്കെ, പിന്നെ നേറ്റീവ് തന്നെ എന്താണ് ട്രോപ്പിക്കൽ ആഫ്രിക്കയാണ്. അപ്പോൾ പിന്നെ എൻഡമിക് ടു സൗത്ത് ഏഷ്യ വരത്തില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്.
മൂന്നാമത് നമ്മൾ പറഞ്ഞു ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ ടാമറിൻഡ് ഈസ് കളക്ടഡ് ആസ് എ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ്. ഇന്ത്യ എക്സ്പോർട്ട് ടാമറിൻഡ് ആൻഡ് സീഡ്സ് ഓഫ് മുരിങ്ക. അതും എന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മുരിങ്ങയെ അതുപോലെ എന്താണ് ടാമറിൻ്റെ എന്താണ് ലീഡിങ് എക്സ്പോർട്ടറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ സീഡ്സ് ഓഫ് മുരിങ്ക ആൻഡ് ടാമറിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഫ്യൂവൽസ്. അപ്പോൾ എന്താണ് അതിൽ ആൻസർ വരുന്നത് 3, 4, 5 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത് 3, 4 and 5. 3, 4, 5 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. 1, 2 എന്താണ് റോങ് ആണ് വരുന്നത്. കാരണം മുരിങ്ക എന്ന് പറയുന്നത് എന്താണ് ലെഗുമിനസ് എവർഗ്രീൻ അല്ല, പകരം എന്താണ് ഡെസിജസ് ട്രീ ആണ്. ടാമറിൻ ട്രീസ് എൻഡമിക് ടു സൗത്ത് ഏഷ്യ അല്ല, പകരം എവിടെയാണ് അതിൻ്റെ നേറ്റീവ് തന്നെ എവിടെയാണ് ട്രോപ്പിക്കൽ ആഫ്രിക്കയാണ് വരുന്നത്. ഓക്കെ, സോ 63 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 64 ദ ബ്ലാക്ക് കോട്ടൺ സോയിൽ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഫോംഡ് ഡ്യൂ ടു ദ വെതറിംഗ് ഓഫ് ബ്രൗൺ ഫോറസ്റ്റ് സോയിൽ, ഫിഷർ വോൾക്കാനിക് റോക്ക്, ഗ്രാനൈറ്റ് ആൻഡ് ഷിസ്റ്റ്, ഷെയിൽ ആൻഡ് ലൈംസ്റ്റോൺ. അറിയാവുന്ന കാര്യമാണ് നമുക്ക്. കാരണം എന്താണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മുടെ ഡെക്കാൻ റീജിയനിലൊക്കെ ഏറ്റവും കൂടുതലുള്ള ഏതാണ് ഈ ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. എങ്ങനെയാണ് അത് ഫോം ചെയ്തത് നമുക്കറിയാം. എന്തിൻ്റെ ഫലമായിട്ടായിരുന്നു അത്? ഫിഷർ വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ വോൾക്കാനിസത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. സോ അതുകൊണ്ട് ഇവിടെ വോൾക്കാനിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഏതായിരിക്കും? നോർമലി അത് തന്നെയായിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഫിഷർ വോൾക്കാനിക് റോക്കിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ വേറൊരു പേരും കൂടെ പറയുന്നത് എന്ത് പേരാണ്? റഗർ സോയിൽ. ഓക്കെ, സോ ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ ആ ലാവ സ്പ്രെഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ഈ ഒരു സോയിൽ ഉണ്ടായത്. ഈ ലാവ വോൾക്കാനിക് എവിടെ നിന്നാണ് ഫിഷേഴ്സ് ഓഫ് ദ വോൾക്കാനിക് റോക്കിൽ നിന്നാണ് ലാവ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത്? ബ്ലാക്ക് സോയിലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ എന്തൊക്കെ എഴുതേണ്ടി വരും നമുക്ക്? ഹൈ ക്ലേ കണ്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ ക്ലേ കണ്ടൻ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും മോയ്സ്ചർ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. മോയ്സ്ചർ റിട്ടൻഷനും ഹൈ ആയിരിക്കും. അതുകൂടാതെ അതിൻ്റെ കളർ എങ്ങനെയായിരിക്കും? ഡാർക്ക് കളറായിരിക്കും. എന്തൊക്കെയായിരിക്കും അതിൽ ഹൈ ആയിട്ടുള്ളത്? അയൺ, ലൈം, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്. ദെൻ ഇത് ഇത്രയും ഹൈ ആയിരിക്കും. ഇതുകൂടെ എന്താണ്? പൂവർ ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആയിരിക്കും. ഓക്കെ, ഫോസ്ഫറസും നൈട്രജനും പൂവറായിരിക്കും. ബട്ട് അയൺ, ലൈം, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതൊക്കെ എന്തായിരിക്കും? ഹൈ കോൺസെൻട്രേഷനിൽ കാണാം. ഓക്കെ, ഇതെല്ലാം പൂവർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഓക്കെ, ഇതിൽ തന്നെ ഇപ്പം ബ്ലാക്ക് സോയിലിന് അപ്ലാൻഡ് ആണെങ്കിൽ എന്തായിരിക്കും? അപ്ലാൻഡിലുള്ള ബ്ലാക്ക് സോയിലാണെങ്കിൽ അതിന് ഫെർട്ടിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഫെർട്ടിലിറ്റി വളരെ കുറവായിരിക്കും. ബട്ട് ബ്ലാക്ക് സോയിലിൻ വാലി ആണെങ്കിലോ അതിൻ്റെ ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ബ്ലാക്ക് സോയിലിൻ വാലി ആണെങ്കിൽ വെരി ഹൈ ഫെർട്ടിലിറ്റി ആയിരിക്കും. ബട്ട് ബ്ലാക്ക് സോയിലിൻ അപ്ലാൻഡ് ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഫെർട്ടിലിറ്റി വളരെ ലോ ആയിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ബ്ലാക്ക് സോയിലിനെ പറ്റി എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 64 നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫിഷ് വോൾക്കാനിക് റോക്കിൽ നിന്നാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ വരുന്നത്. അപ്പോൾ അത് കോട്ടൺ സോയിൽ എന്ന് പറയുമ്പോൾ തന്നെ കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. 65 with reference to recent developments regarding recombinant vector vaccines, consider the following statement. First statement, genetic engineering is applied in development of these vaccines. Second statement, bacteria and virus are used as vectors. Which of the following statement given above is or are correct? Option A 1 only, option B 2 only, C both 1 and 2, D neither 1 nor 2. അപ്പോൾ ഇതിൽ എന്തിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്? വിത്ത് റെഫറൻസ് ടു ദ ഡെവലപ്മെൻറ്റ് റിഗാർഡിംഗ് റീകോമ്പിനൻറ്റ് വെക്ടർ വാക്സിൻസ്. റീകോമ്പിനൻറ്റ് വെക്ടർ വാക്സിൻസിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് അപ്ലൈഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് വാക്സിൻസ്. ഓക്കെ, ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്? വാക്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ് ചെറിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നതാണ് വാക്സിൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ദെൻ ബാക്ടീരിയ ആൻഡ് വൈറസ് ആർ യൂസ്ഡ് ആസ് വെക്ടേഴ്സ്. ബാക്ടീരിയ എന്താണ് വൈറസിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആയിരിക്കും, ബോത്ത് 1 and 2 ആണ് വരുന്നത്. കാരണം നോർമലി എന്താണ് വൈറൽ വെക്ടേഴ്സാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിലും ഓക്കെ വൈറൽ വെക്ടേഴ്സ് ആർ മോർ കോമൺ. ബട്ട് എന്താണ് ബോത്ത് ബാക്ടീരിയയും വൈറസും എന്താണ് ഇതിന് വേണ്ടി എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുപോലെ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് അപ്ലൈഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദീസ് വാക്സിൻസ്. അത് എന്താണ് വളരെ കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2 ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് ജസ്റ്റ് നമ്മുടെ ജനറൽ ആയിട്ടുള്ളൊരു അവയർനെസ് യൂസ് ചെയ്ത് അതിനെ എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 66 In the context of hereditary diseases, consider the following statement.
passing on mitochondrial diseases from parent to child can be prevented by mitochondrial replacement therapy either before or after the in vitro fertilization of egg. Second statement, a child inherits mitochondrial diseases entirely from the mother and not from the father. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് ചോദിച്ചേക്കുന്നത്. മൈറ്റോകോൺഡ്രിയൽ ഡിസീസിനെ പറ്റി നമ്മൾ ഇതിന് മുന്നത്തുള്ളൊരു സെക്ഷനിൽ നോക്കിയാണ്. കാരണം എന്താണ് അവിടെ മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് passing on mitochondrial diseases from parent to child can be prevented by mitochondrial replacement therapy. Okay, mitochondrial replacement therapy യൂസ് ചെയ്ത് എന്താണ് പാരൻറ്റിൽ നിന്ന് ചൈൽഡിലേക്ക് എന്താണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന തടയാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ദ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ ചൈൽഡ് ഇൻഹെറിറ്റ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസസ് എൻറ്റയർലി ഫ്രം മദർ ആൻഡ് നോട്ട് ഫ്രം ഫാദർ. അത് എന്താണ് ശരിയാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ചൈൽഡിന് മൈറ്റോകോൺഡ്രിയൽ ഡിസീസ് എവിടെ നിന്നായിരിക്കും മെയിനായിട്ട് കിട്ടുന്നത്? ഫ്രം മദറാണ്, ഫാദറിൽ നിന്നല്ല. ഓക്കെ, കാരണം മൈറ്റോകോൺഡ്രിയൽ DNA എന്താണ്, അത് മെറ്റേണലി ഇൻഹെറിറ്റഡ് ആണ്. മൈറ്റോകോൺഡ്രിയൽ DNA മെറ്റേണലി ഇൻഹെറിറ്റഡ് ആണ്. സോ അതുകൊണ്ട് എന്താണ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസ് ആർ ഇൻഹെറിറ്റഡ് ഫ്രം മദർ ടു ചൈൽഡ് ആയിരിക്കും വരുന്നത്. ഫാദറിന് അവിടെ എന്താണ് ഇമ്പോർട്ടൻസ് ഇല്ല. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആയിരിക്കും. ബോത്ത് 1 and 2 ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പാസിംഗ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസസ് ഫ്രം പാരന്റ് ടു ചൈൽഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മൈറ്റോകോൺഡ്രിയൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ദ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ്. അത് ശരിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ, ചൈൽഡ് ഇൻഹെറിറ്റ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസ് എൻറ്റയർലി ഫ്രം ഹൂം, മദറിൽ നിന്നായിരിക്കും, നോട്ട് ഫ്രം ദ ഫാദർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 67 ആണ്. Bollgard 1 and Bollgard 2 technologies are mentioned in the context of option A, clonal propagation of crop plants, option B, development of genetically modified crop plants, option C, production of plant growth substances, option D, production of biofertilizers. അപ്പോൾ ഇതിൽ ഏതാണ് ബോൾഗാർഡ് 1 ബോൾഗാർഡ് 2 ടെക്നോളജീസ് പറയുന്നതാണ് ചോദിച്ചേക്കുന്നത്. അഗെയിൻ കറണ്ട് അഫയേഴ്സും അതുപോലെ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡെവലപ്പിംഗ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് പ്ലാന്റ്സ് ആണ് ഇത് ബോൾഗാർഡ് 1 അതുപോലെ ബോൾഗാർഡ് 2 ടെക്നോളജീസ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ ബോൾഗാർഡ് 1 ബോൾഗാർഡ് 2 പറയുന്നത്. ഇത് പ്രധാനമായിട്ട് എന്താണ് നമ്മുടെ BT കോട്ടൺ, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടണിനെ പറ്റിയാണിത് ഇത് പറയുന്നത്. ഓക്കെ, കോട്ടൺ പ്ലാന്റ്സിൻ്റെ ആണിത് ഈ ബോൾഗാർഡ് 1 ടെക്നോളജിയും ബോൾഗാർഡ് 2 ടെക്നോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബോൾ വേംസ് എന്ന് പറഞ്ഞൊരു വേംസ് ഉണ്ട്. അപ്പോൾ ഈ ബോൾ വേംസിനെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേയിൽ കൂടെ എന്താണ് അതിനെ തടയുന്നുണ്ട്, അതിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് ഈ ബോൾഗാർഡ് 1 ആൻഡ് ബോൾഗാർഡ് 2 ടെക്നോളജി. അപ്പോൾ കൺട്രോളിങ് ത്രൂ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി വേ. അപ്പോൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി വഴി കൂടെ എന്താണ് അല്ലെങ്കിൽ ആ ഒരു വേ കൂടെ എന്താണ് ഈ ബോൾ വേംസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഇത് ബോൾഗാർഡ് 1 ആൻഡ് ബോൾഗാർഡ് 2 ടെക്നോളജീസ് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഡെവലപ്പിംഗ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് പ്ലാന്റ്സ് ആണ് ഇത് 67ൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ഇൻ എ പ്രഷർ കുക്കർ the temperature at which the food is cooked depends mainly upon which of the following? First statement, area of the hole in the lid. Second statement, temperature of the flame. Third statement, weight of the lid. അപ്പോൾ ഇതിൽ ഏതാണ് പ്രഷർ കുക്കറിൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫുഡ് ഈസ് കുക്ക്ഡ് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് ഏരിയ ഓഫ് ദ ഹോൾ ഇൻ ദ ലിഡ്. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ അറിയണം, എങ്ങനെയായിരിക്കും പ്രഷർ കുക്കർ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് കുക്കിംഗ് ടെമ്പറേച്ചർ പ്രഷർ കുക്കറിൻ്റെ കാര്യം വരുമ്പോൾ ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആയിരിക്കും. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ ഓഫ് ദ കുക്കിംഗ് പ്രഷർ ഈസ് ഡിപ്പെൻഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആയിരിക്കും. ആൻഡ് വിച്ച് ഇൻക്രീസസ് എന്തായിരിക്കും അതിന് ഇൻക്രീസ് ചെയ്യുന്നത്? അവർ ഇൻറ്റേർണൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ് ദ ഇൻറ്റേർണൽ പ്രഷർ
റൈസസ്. ഓക്കെ, സോ അതെന്താണ് ആ ഒരു ഇൻറ്റേർണൽ പ്രഷർ എന്താണ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വിച്ച് ഇൻക്രീസസ് ദ ഇൻറ്റേർണൽ പ്രഷർ റൈസ്. ഓക്കെ, ഇൻറ്റേർണൽ പ്രഷർ റൈസിന് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് എന്ത് ഈ പ്രഷർ കുക്കർ വർക്കാവുന്നത്. നൗ ഇനി എന്തൊക്കെ ഫാക്ടറാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നതാണ് ഏരിയ ഓഫ് ദ ഹോൾ ഇൻ ദ ലിഡ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയയും അതുപോലെ ഏരിയ ഓഫ് ദ ഹോൾ ഇൻ ദ ലിഡിന് എന്താണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ട്. കാരണം എന്താണ് ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ കുക്കറിൽ പ്രഷർ വരുന്നത് എന്തൊക്കെ വെച്ചാണ് ആ ഒരു ഫോഴ്സും അതുപോലെ എന്താണ് ഏരിയയും യൂസ് ചെയ്താണ്. ഇപ്പോൾ പ്രഷർ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ഏരിയ കുറവാണെങ്കിൽ എന്താണ് പ്രഷർ കൂടുതലായിരിക്കും. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് രണ്ടും വരുന്നത്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഏരിയ കുറയുമ്പോൾ എന്തായിരിക്കും പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ഡയറക്റ്റ്ലി ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദ ഹോൾ ഇൻ ദ ലിഡിന് എന്താണ് ആ ഒരു റിലേഷൻ ഉണ്ട്. കാരണം പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ സ്മോൾ ഹോളിന് എന്താണ് ഹൈ ഇൻറ്റേർണൽ പ്രഷർ, സ്മോൾ ഹോളാണെങ്കിൽ എന്തായിരിക്കും ഹൈ ഇൻറ്റേർണൽ പ്രഷർ വേണ്ടി വരും. ഓക്കെ, ആ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെറിയ ഹോളാണെങ്കിൽ ഹൈ ഇൻറ്റേർണൽ പ്രഷർ വേണ്ടി വരും. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എന്തായാലും ശരിയാണ്, ഏരിയ ഓഫ് ദ ഹോൾ ഇൻ ദ ലിഡ് ശരിയാണ്. ദെൻ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചറാണ് പറയുന്നത്. നമുക്കറിയാം ഇതിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ്, ഇതിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ എന്നാൽ ജസ്റ്റ് എന്താണ് ആ ഒരു സ്പീഡ് അവനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. കുക്കർ എന്താണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രഷറിൽ എത്താനുള്ള ഒരു സ്പീഡ് എത്ര നേരം കൊണ്ട് എത്തും എന്ന് മാത്രമേ ഫ്ലെയിം ഇതാവുന്നുള്ളൂ. ഫ്ലെയിം കൂട്ടിയിട്ട് വളരെ പെട്ടെന്ന് കൊണ്ട് എന്താണ് ആ ഒരു ഓപ്പറേഷനിലും പ്രഷറിൽ എത്തും. അല്ലെങ്കിൽ പ്രഷർ കുറവായിരിക്കുമെങ്കിൽ എന്താണ് കുറച്ച് സമയം കൊണ്ട് എന്താണ് ആ ഓപ്പറേഷനിലും പ്രഷറിൽ എത്തത്തുള്ളൂ. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ് ഫുഡ് കുക്ക് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് പ്രധാനപ്പെട്ട ഏരിയയും പിന്നെ എന്താണ് നെക്സ്റ്റ് ഇനി അടുത്ത വെയിറ്റ് ഓഫ് ദ ലിഡും വരുന്നുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം എന്താണ് അത് ആ ഒരു ടൈമിന് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കാരണം ഇറ്റ് ഈസ് വൺസ് ദ പ്രഷർ ഈസ് ലിമിറ്റഡ് വെയിറ്റ് ലിഫ്റ്റ് ആൻഡ് ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായിരിക്കും ഇത് വരുന്നത്. കാരണം പ്രഷർ എന്തായിരിക്കും ടെമ്പറേച്ചർ ഇപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു പ്രഷറിൽ എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത്ര പ്രഷർ മതി എന്നുള്ളപ്പോൾ എന്താണ് ടെമ്പറേച്ചർ പിന്നെ അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അതിന് പിന്നെ വലിയ ഒരു റോളില്ല അവിടെ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വെയിറ്റ് ഓഫ് ദ ലിഡ് പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം എന്താണ് ഇതിന് ഡെഡ് വെയിറ്റ് എന്നാണ് പറയുന്നത്, അതായത് നമ്മൾ ആ വിസിലിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട് ഹെവിയർ വെയിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അവിടെ മോർ പ്രഷർ വേണ്ടി വരും. ഓക്കെ, ആ വെയിറ്റ് ലിഡിൻ്റെ വെയിറ്റ് എന്താണ് ഹെവി ആണെങ്കിൽ എന്തായിരിക്കും നോർമലി അവിടെ മോർ പ്രഷർ വേണ്ടി വരും, മോർ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ അതാണിത്. അതുകൊണ്ട് എന്താണ് ആ ഒരു ലിഫ്റ്റ് ചെയ്യാനായിട്ട് എന്തായിരിക്കും ഒരുപാട് പ്രഷർ എന്താണ് കൊടുക്കേണ്ടി വരും ആ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് എന്താണ് അതും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ ആൻസർ വരുന്നത് 1 and 3 ആയിരിക്കും, സി ആണ് വരുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ ഹോൾ ഇൻ ദ ലിഡ് അത് നമുക്ക് പറഞ്ഞു ഏരിയ എന്താണ് ചെറിയ ഏരിയ ആണെങ്കിൽ അവിടെ എന്താണ് പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ഫാക്ടർ അതാണ്. ദെൻ തേർഡ് പറയുന്നത് എന്താണ് വെയിറ്റ് ഓഫ് ദ ലിഡ് പറയുന്നുണ്ട്. ലിഡിൻ്റെ വെയിറ്റ് എന്താണ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ ഹൈ പ്രഷർ കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും ലിഡ് പൊങ്ങത്തുള്ളൂ. സോ അതും വരുന്നുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം എന്ത് കാരണമാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് മാത്രമാണ് പറയുന്നത്. അതെന്താണ് എത്ര നേരം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും ആ ഒരു ടെമ്പറേച്ചറിൽ എത്താനായിട്ട്. ആ ഒരു ഫ്ലെയിംസിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, ഫ്ലെയിംസ് കൂട്ടി കൊടുത്താൽ എന്തായിരിക്കും കുറച്ച് പെട്ടെന്ന് എന്താണ് ആ ഒരു ടൈമിൽ എത്തും, ആ ഒരു പ്രഷർ ഗെയിൻ ചെയ്യും. പക്ഷേ ഇത് കുറച്ച് കൊടുത്താൽ എന്താണ് അവിടെ എന്താണ് ടൈമിൻ്റെ ഡിഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ. അല്ല എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇതിന് കുക്കിങ്ങിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നില്ല. ഓക്കെ, സോ അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ 68 ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 1 and 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 69. കൺസിഡർ ദ ഫോളോയിങ് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്. വിച്ച് ഓഫ് ദ എബോവ് ക്യാൻ ബി കൾച്ചേർഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഓർ സിന്തറ്റിക് മീഡിയ. അപ്പോൾ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് മീഡിയത്തിൽ ഏതൊക്കെ കൾച്ചർ ചെയ്യാമെന്നാണ് അറിഞ്ഞേക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഏതായിരിക്കും ബാക്ടീരിയയും ഫംഗസും നമുക്ക് എന്താണ് കൾച്ചർ ചെയ്യാം, പക്ഷേ വൈറസ് കൾച്ചർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ് വൈറസിന് എപ്പോഴും എന്ത് വേണം, ഒരു വെക്ടർ ബോഡി വേണം. ഓക്കെ, വൈറസിന് സ്ഥിതി ചെയ്യണമെങ്കിൽ എന്താണ് എപ്പോഴും ഒരു ബോഡി വേണം. ഓക്കെ, ഒരു ഹോസ്റ്റ് സെല്ല് വേണം വൈറസിന്, ഒരു ഹോസ്റ്റ് സെല്ല് എപ്പോഴും ആവശ്യമാണ്. സോ ഈ ഹോസ്റ്റ് സെൽ എന്തൊക്കെയാവാം, മേ ബി അനിമൽ സെല്ലാവാം, ദെൻ പ്ലാന്റ് സെല്ലാവാം, അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയൻ സെല്ലും ആവാം. അപ്പോൾ ഇതിൽ ഏത് വേണം എന്ത് ഈ ഹോസ്റ്റ് സെല്ലാവാം. സോ അതുകൊണ്ട് എന്താണ് ബാക്ടീരിയയും ഫംഗയും നമുക്ക് എന്ത് ചെയ്യാം കൾച്ചറിന് ആർട്ടിഫിഷ്യൽ ഒരു സിന്തറ്റിക് മീഡിയത്തിൽ കൾച്ചർ ചെയ്യാൻ പറ്റും. ബട്ട് വൈറസിന് എന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വൈറസിന് എന്താണ് ഹോസ്റ്റ് സെല്ല് വേണം. അത് മേ ബി അനിമൽ ആവാം, പ്ലാന്റ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു ബാക്ടീരിയ തന്നെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. കാരണം വൈറസിന് എന്തായാലും ഒരു ഹോസ്റ്റ് സെല്ല് വേണം. അതുകൊണ്ട് എന്താണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാം. 3 എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ആൻസറിലേക്ക് കിട്ടും. ഓക്കെ, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. സെക്കൻഡ്,
adenoviruses have a single stranded DNA genomes, whereas retroviruses have a double stranded DNA genomes. Common cold is sometimes caused by adenovirus, whereas AIDS is caused by retrovirus. അപ്പോൾ അഡിനോവൈറസിനെയും റെട്രോവൈറസിനെയും പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് അഡിനോവൈറസ്? ഓക്കെ, അഡിനോവൈറസ് എന്ന് വെച്ചാൽ ഡബിൾ സ്റ്റാൻഡ് DNA ആണ് ഇത് അഡിനോവൈറസിൽ വരുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA അതാണ് ഇതിൽ അഡിനോവൈറസിൽ വരുന്നത്. പക്ഷേ റെട്രോവൈറസിലാണെങ്കിൽ എന്താണ് അതിൽ വരുന്നത് ആദ്യം സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് വരുന്നത്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് വരുന്നത്. പിന്നീടാണ് അതെന്ത് കൺവേർട്ടായിട്ട് വിച്ച് കൺവേർട്ടഡ് ടു DNA. ഓക്കെ, അത് പിന്നെ എന്താണ് കൺവേർട്ടായിട്ട് DNA ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡിനോവൈറസും റെട്രോവൈറസും നോക്കുമ്പോൾ അഡിനോവൈറസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വരുന്നുണ്ട്, പക്ഷേ റെട്രോവൈറസ് എന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് വരുന്നത്. അത് പിന്നീട് കൺവേർട്ടായിട്ടാണ് എന്ത് മാറുന്നത് DNA ആയിട്ട് മാറുന്നത്. ഓക്കെ, അത് എപ്പോൾ മാത്രമാണ് ഈ കൺവേർട്ട് ആവുന്നത്? ഹോസ്റ്റ് സെല്ലിനുള്ളിൽ കയറിയാൽ മാത്രമേ എന്ത് കൺവേർട്ട് ആവത്തുള്ളൂ. ഓക്കെ, അതും കൂടി ജസ്റ്റ് നമുക്ക് എഴുതാം. വിച്ച് കൺവേർട്ടഡ് DNA ഓൺസ് എൻ്റർ ഇൻ ടു ഹോസ്റ്റ് സെൽ. ഓക്കെ, സോ അതാണെന്ത് അഡിനോവൈറസും റെട്രോവൈറസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ റെട്രോവൈറസിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ HIV അല്ലെങ്കിൽ എന്താണ് എയ്ഡ്സ്. ഓക്കെ, എയ്ഡ്സ് വൈറസ്, എയ്ഡ്സ് എന്താണ് റെട്രോവൈറസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, അഡിനോവൈറസ് ഹാവ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. അഡിനോവൈറസ് ഹാവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ല. അപ്പോഴേ തന്നെ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയി. ദെൻ കോമൺ കോൾഡ് ഈസ് സംടൈംസ് കോസ്ഡ് ബൈ അഡിനോവൈറസ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഇത് എക്സാമ്പിൾ എന്താണ് കോമൺ കോൾഡ്, അതുപോലെ എന്താണ് ബാക്കി ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇതൊക്കെ വരുന്ന എന്താണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് അഡിനോവൈറസിന് എക്സാമ്പിളാണ്. ബട്ട് റെട്രോവൈറസ് പറയുമ്പോൾ എന്താണ് എയ്ഡ്സ് പോലുള്ള ഡിസീസൊക്കെ എന്താണ് റെട്രോവൈറസിന് എക്സാമ്പിളാണ്. അപ്പോൾ കോമൺ കോൾഡ് ഈസ് സംടൈംസ് കോസ്ഡ് ബൈ അഡിനോവൈറസ്, വേറസ് എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ റെട്രോവൈറസ്. അപ്പോൾ അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? B ആണ്, 2 ഓൺലി മാത്രമായിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം അഡിനോവൈറസ് എന്താണ് നമ്മൾ പറഞ്ഞു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് വരുന്നത്. റെട്രോവൈറസിലാണ് എന്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വരുന്നത്. ബട്ട് അത് ഹോസ്റ്റ് സെല്ലിൽ കയറി എന്തായിട്ട് മാറും? DNA ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആയിരിക്കും, 2 ഓൺലി ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അതാണ് 70ാമത്തെ ക്വസ്റ്റ്യൻ. 71. വാട്ടർ ക്യാൻ ഡിസോൾവ് മോർ സബ്സ്റ്റൻസ് ദാൻ എനി അതർ ലിക്വിഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഡൈപോളാർ ഇൻ നാച്ചർ, ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഇറ്റ് ഹാസ് ഹൈ വാല്യൂ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, ഇറ്റ് ഈസ് ആൻ ഓക്സൈഡ് ഓഫ് ഹൈഡ്രജൻ. അഗെയിൻ നമുക്കറിയാവുന്ന കാര്യമാണ് വാട്ടറിന് എന്താണ് മോർ ഡിസോൾവ് സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, വാട്ടറിന് എന്താണ് മോർ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത് എന്തുകൊണ്ടാണ് ചോദിച്ചേക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഡൈപോളാർ ഇൻ നാച്ചറാണ്. വാട്ടർ എന്താണ് ഡൈപോളാർ ഇൻ നാച്ചറാണ്. ഓക്കെ, വാട്ടറിന് അറിയപ്പെടുന്നത് തന്നെ എന്താണ് യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണത് വാട്ടറിന് അറിയപ്പെടുന്നത്. കാരണം എന്താണ് ഒരുപാട് സബ്സ്റ്റൻസിന് എന്താണ് അതിന് ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഡൈപോളാർ ആണ്. അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ പോളർ അറേഞ്ച്മെൻറ്റ് നോക്കണമെങ്കിൽ എന്താണ് വാട്ടറിന് 2 പോളർ ഇതാണുള്ളത്, ഓക്സിജനും ഉണ്ട്, അതുപോലെ എന്താണ് ഹൈഡ്രജനും ഉണ്ട്. ഒരു സൈഡിൽ എന്താണ് ഓക്സിജൻ ആയിരിക്കും, ഒരു സൈഡിൽ ഓക്സിജനും അതുപോലെ മറ്റേ സൈഡിൽ എന്താണ് ഹൈഡ്രജനാണ് വരുന്നത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് ഇലക്ട്രോൺ ചാർജാണ് വരുന്നത്, നെഗറ്റീവ് ഇലക്ട്രോണിക് ചാർജ്. അതുപോലെ എന്താണ് ഹൈഡ്രജൻ വരുമ്പോൾ അത് പോസിറ്റീവ് ചാർജാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഓക്സിജൻ നെഗറ്റീവ് ചാർജും അതുപോലെ ഹൈഡ്രജൻ എന്താണ് പോസിറ്റീവ് ചാർജും കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഹൈഡ്രജനും ഒരു സൈഡിൽ ഓക്സിജനാണ് വാട്ടറിൽ വരുന്നത്. അതാണ് ഡൈപോളാർ നാച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഓക്സിജൻ ഒരു സൈഡിൽ ഹൈഡ്രജൻ, നമുക്കറിയാം H2 ആണ് വാട്ടർ പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഹൈഡ്രജൻ ഒരു സൈഡിൽ എന്താണ് ഓക്സിജൻ വരുന്നുണ്ട്. ഹൈഡ്രജൻ എന്താണ് പോസിറ്റീവ് ചാർജും ഓക്സിജൻ എന്താണ് നെഗറ്റീവ് ചാർജും എന്ത് അവിടെ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു ഡിഫറൻറ്റ് ചാർജ് കാരണം എന്താണ് അതിന് ഒരുപാട് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഡിഫറെൻറ്റ് ചാർജ് ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവ് ചാർജും ഉണ്ട്. സോ ഇറ്റ് ക്യാൻ അട്രാക്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അതിനെന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എന്ത് അതൊരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയിട്ട് മാറുന്നത്.
ഓക്കെ, അപ്പോൾ 71 ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് വരുന്നത്. വാട്ടറിന് എന്താണ് 2 പോളാണുള്ളത്. ഏതൊക്കെയാണ്? ഒരു പോളിൽ ഹൈഡ്രജനും മറ്റു പോളിൽ എന്താണ് ഓക്സിജനുമാണ്. ഓക്സിജൻ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജുമാണ്. ഈ 2 ചാർജ് ഉള്ളതുകൊണ്ട് എന്താണ് ഒരുപാട് പാർട്ടിക്കിൾസിനെ അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് എന്ത് യൂണിവേഴ്സൽ ഡിസോൾവൻ്റ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് 72. വിത്ത് റെഫറൻസ് ടു സ്ട്രീറ്റ് ലൈറ്റിംഗ്, ഹൗ ഡു സോഡിയം ലാംപ്സ് ഡിഫർ ഫ്രം LED ലാംപ്സ്? അപ്പോൾ സോഡിയം ലാംപ്സും അതുപോലെ എന്താണ് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. Sodium lamps produce light in 360 degrees, but it is not so in case of LED lamps. Second statement, as street lights, sodium lamps have a longer lifespan than LED lamps. Third statement, the spectrum of visible light from sodium lamps is almost monochromatic, while LED lamps offer significant color advantages in street lighting. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കാൻ തന്നെ മനസ്സിലാവും. കാരണം ആ സ്ട്രീറ്റ് ലൈറ്റ്സ് സോഡിയം ലാംപ്സ് ഹാവ് എ ലോങ്ങർ ലൈഫ് സ്പാൻ ദാൻ LED ലാംപ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള ആർക്കാണ്? LED ലാംപ്സിനാണ് എന്ത് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത്. സോഡിയം ലാംപ്സിനെക്കാട്ടിയും കൂടുതൽ ലൈഫ് സ്പാൻ LED ലാംപ്സിനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും റോങ് ആണെന്ന് മനസ്സിലാവും. സോ ഡിയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ പിന്നെ വരുന്നത് എന്താണ്? എയും സിയും ആണ്. എ വരുന്നത് 3 ഓൺലി, സി വരുന്നത് 1 and 3 ഓൺലി. അപ്പോൾ 3 എന്തായാലും ശരിയാണ്. The spectrum of visible light from sodium lamp is almost monochromatic, while LED lamps offer significant color advantage in street lighting. അപ്പോൾ അതെന്തായാലും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സോഡിയം ലാംപ്സ് പ്രൊഡ്യൂസിങ് ലൈറ്റ് ഇൻ 360 ഡിഗ്രീസ്. സോഡിയം ലാംപ്സ് എന്താണ് 360 ഡിഗ്രീസിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ കേസ് ഓഫ് LED ലാംപ്സ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമുക്കറിയാം LED ലാംപ്സ് ആണെങ്കിൽ എന്താണ് അത് ചുറ്റുമുള്ള ഇതിൽ എന്താണ് ഏരിയയിൽ ഇതാക്കില്ല. ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നത് ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ലൈറ്റ് കൊടുക്കുള്ളൂ. അതായത് എന്താണ് ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ മാത്രമേ എന്ത് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ സോഡിയം ലാംപ് പ്രൊഡ്യൂസ് ലൈറ്റ് ഇൻ 360 ഡിഗ്രീസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ കേസ് ഓഫ് LED ലാംപ്സ്. LED ലാംപ്സിൻ്റെ കേസിൽ എന്താണ് അത് 180 ഡിഗ്രി ഏരിയസിൽ മാത്രമേ എന്ത് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്താണ് ലൈറ്റ് പൊല്യൂഷനും അതും എന്താണ് എഫിഷ്യൻസി എന്താണ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റും. ലൈറ്റ് പൊല്യൂഷൻ കുറയ്ക്കാനും എഫിഷ്യൻസി ഇമ്പ്രൂവ് ആക്കാനും പറ്റും. ഓക്കെ, സോ അതാണ് എന്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്ട്രീറ്റ് ലൈറ്റ് സോഡിയം ലാംപ്സ് ഹാവ് ലോങ്ങർ ലൈഫ് സ്പാൻ ദാൻ LED ലാംപ്സ്. നമുക്കറിയാം സോഡിയം ലാംപ്സിന് എത്രയാണ്? സോഡിയം ലാംപ്സ് ടിപ്പിക്കലി ഒരു 12,000 to 24,000 അവേഴ്സാണ് എന്ത് സോഡിയം ലാംപ്സിൻ്റെ ലൈഫ് സ്പാൻ പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം LED ലാംപ്സ് ആണെങ്കിലോ അത് ഏകദേശം 50,000 പ്ലസ് അവേഴ്സ് എന്താണ് അതിൻ്റെ ലൈഫ് സ്പാൻ പറയുന്നുണ്ട്. ഓക്കെ, 50,000 പ്ലസ്. ഓക്കെ, 50,000-ലും കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്താണ് സോഡിയം ലാംപ്സ് 12,000 to 24,000 അവേഴ്സ് പറയുന്ന ടൈമിൽ LED ലാംപ്സ് എന്താണ് 15,000 പ്ലസ് അവേഴ്സ് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. തേർഡ് പറയുന്നത്, ദ സ്പെക്ട്രം ഓഫ് വിസിബിൾ ലൈറ്റ് ഫ്രം സോഡിയം ലാംപ് ഈസ് ഓൾമോസ്റ്റ് മോണോക്രോമാറ്റിക്, വൈൽ LED ലാംപ്സ് ഓഫർ സിഗ്നിഫിക്കൻറ്റ് കളർ അഡ്വാൻറ്റേജസ് ഇൻ സ്ട്രീറ്റ് ലൈറ്റിംഗ്. അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കാരണം സോഡിയം ലാംപ്സിൽ എപ്പോഴും എന്തായാലും മോണോക്രോമാറ്റിക് ആയിരിക്കും, നോർമലി യെല്ലോ കളറായിരിക്കും വരുന്നത്. ഓക്കെ, ബട്ട് LED ലാംപ്സ് അങ്ങനെയല്ല, അതിനെന്താണ് ഒരു കളർ അഡ്വാൻറ്റേജ് സ്ട്രീറ്റ് ലൈറ്റിംഗിൽ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കളർ അഡ്വാൻറ്റേജ് കൊടുക്കാൻ സാധിക്കാറുണ്ട്. സോ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എന്ത് റോങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ എന്താണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 1 and 3 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 73, ദ ടൈം ACE2 is talked about in the context of genes introduced in genetically modified plants, development of India's own satellite navigation system, radio collar for wildlife tracking, spread of viral diseases. അപ്പോൾ ACE2 എന്താണ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ്, എസ്പെഷ്യലി ഇൻ ദ ടൈം ഓഫ് കോവിഡ്. ഓക്കെ, കോവിഡിൻ്റെ ടൈമിൽ എന്തായിരുന്നു ഈ ACE2നെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ് സ്പ്രെഡ് ഓഫ് വൈറൽ ഡിസീസാണ് എന്ത് ACE2 പറയുന്നത്. ഓക്കെ, അപ്പോൾ ACE ഫുൾ ഫോം പറയുന്നത് തന്നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2, അതാണ് എന്ത് ACE2 എന്ന് പറയുന്നത്. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 ആണ് എന്ത് ACE2 എന്ന് പറയുന്നത്. ഇതെന്താണ് ഒരുപാട് സെൽസിൻ്റെ സർഫസിലുണ്ടാവും. ഓക്കെ, സെൽ സർഫസിൽ എന്താണ് നമുക്ക് ഈ ഒരു ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ കൊറോണ വൈറസിൽ ഇൻക്ലൂഡിങ് സാർസ് കോവിഡിലും അതുപോലെ എന്താണ് സാർസ് കോവിഡിലും SARS-CoV-2ലും. ഓക്കെ,
ഒരു ടൂലും എന്താണ് ഇത് ഫേമസ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് ആയിരുന്നു. ഈ രണ്ട് വൈറസിൻ്റെ ഫേമസ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ AC2 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് റിലേറ്റഡ് ടു സ്പ്രെഡ് ഓഫ് വൈറൽ ഡിസീസ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 74. Bisphenol A, BPA, a cause of concern is structural or key component in the manufacture of which of the following kind of plastic? Low density polyethylene, polycarbonate, polyethylene terephthalate, polyvinyl chloride. അപ്പോൾ ഇതിൽ ഏതിലാണ് ബിസ്ഫെനോൾ ബിസ്ഫെനോൾ എ വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എഗെയിൻ ഫാക്റ്റാണ്, അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, പോളികാർബണേറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പോളികാർബണേറ്റിലാണ് ഇത് വരുന്നത്. പ്രൈമറി എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് നിർമ്മിക്കാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പ്രൈമറിയായിട്ട് പോളികാർബണേറ്റിൻ്റെ ഉപയോഗം എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും അത് ക്ലിയർ, ടഫ് ആൻഡ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഇറ്റ് ഈസ് ആൾസോ കോമൺലി യൂസ്ഡ് ഇൻ എപ്പോക്സി റിസൈൻസിൽ. ഓക്കെ, എപ്പോക്സി റിസൈൻസിൽ എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എപ്പോക്സി റിസൈൻസിൽ. ഓക്കെ, എപ്പോക്സി റിസൈൻസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ, ടഫ് ആൻഡ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും? ഫുഡ് പാക്കിങ്ങിൽ, ഓക്കെ, ഫുഡ് പാക്കേജിങ്ങിൽ യൂസ് ചെയ്യാം. ദെൻ ബിവറേജസിൽ യൂസ് ചെയ്യാം, ബിവറേജ് പാക്കിങ്ങിൽ യൂസ് ചെയ്യാം. ദെൻ ബേബി ബോട്ടിൽസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലെല്ലാം എന്താണ് ഈ ഒരു, കാരണം അതിന് ക്ലിയർ ആണ്, ടഫ് ആൻഡ് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഒരു ഫീൽഡിലൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു പോളികാർബണേറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബിസ്ഫെനോൾ എ എന്ന് പറയുന്നത് എന്താണ് ഒരു പോളികാർബണേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ട്രൈക്ലോസാൻ considered harmful when exposed to high levels for a long time is most likely present in which of the following? Food preservatives, fruit ripening substance, reused plastic containers, toiletries. ഓക്കെ, അപ്പോൾ ട്രൈക്ലോസിൻ വരുന്ന ഏതിലാണ്? ട്രൈക്ലോസിൻ നോർമലി യൂസ് ചെയ്യുന്നത് ടോയ്ലറ്ററീസിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ട്രൈക്ലോസിൻ എന്ന് വെച്ചാൽ ടോയ്ലറ്ററീസിൽ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് കൺസിഡർഡ് ഹാംഫുൾ വെൻ എക്സ്പോസ്ഡ് ടു ഹൈ ലെവൽസ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, അത് ശരിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആണ് എന്ന് പറയുന്നത്. ട്രൈക്കോൾസ് എന്ന് പറയുന്നത് ടോയ്ലറ്ററീസിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ സോപ്സ്, ബോഡി വാഷ്, ടൂത്ത് പേസ്റ്റ്, കോസ്മെറ്റിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പ്രധാനമായിട്ടും ഈ ട്രൈക്ലോസിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ടോയ്ലറ്ററീസിലാണ് എന്ത് മെയിനായിട്ടും ട്രൈക്ലോസിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 75 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2021 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി 25 ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞാൽ 2021 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിയും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 90944854485 Trivandrum.